ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ ഗിരിപ്രഭാഷണം പഠിച്ചുകൊണ്ടിരുന്നു. അതിൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ഒത്തിരി സൈഡ് ഇഫക്റ്റുകളും എല്ലാം ചിന്തിച്ചു. ഇനി ലെറ്റ് us come back to Matthew chapter 6. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് റിച്ചസ് ഓഫ് ദി വേൾഡ്, ഭൗതിക സമ്പത്ത് കൊണ്ട് നിത്യതയ്ക്കായിട്ട് സുഹൃത്തുക്കളെ സമ്പാദിക്കുക. അതുപോലെ തന്നെ who will give you, എന്താണ് ചിന്തിച്ചത്? അതെ, ട്രൂ റിച്ചസ്. ട്രൂ റിച്ചസ് അത് നമ്മൾ ചിന്തിച്ചതാ. ഇനി അത് അഗെയിൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ട്രൂ റിച്ചസ് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ അടുത്താണ് ട്രൂ റിച്ചസ് ഉള്ളത്. ട്രൂ റിച്ചസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു. ഭൗതിക സമ്പത്ത് നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ട്രൂ റിച്ചസ് ആയിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ചിന്തിച്ചാൽ ദെൻ മാത്യു ചാപ്റ്റർ 6 വരുമ്പോൾ ഇനി കർത്താവ് പഠിപ്പിച്ച ഇത് നമ്മളതിന്റെ കൺസിക്വൻസുകളൊക്കെ ചിന്തിച്ച് ഇനി ഡയറക്റ്റ് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ്, അതായത് ഈ ഗിരിപ്രഭാഷണം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ എന്താ പറയുക, സിംബോളിക് ആയിട്ട് മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കില്ല. പക്ഷെ ഇതെല്ലാം ഡയറക്റ്റ് ടീച്ചിങ്സാണ്. കാരണം ഇതിനകത്തുള്ള പല ടീച്ചിങ്സും ഡയറക്റ്റ് ആയിട്ട് ഒബേ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മനുഷ്യൻ അതിനെ വ്യാഖ്യാനത്തിൽ മാറ്റിയെടുക്കും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആക്കി മാറ്റിയെടുക്കും. പക്ഷെ കർത്താവിൽ അത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം കർത്താവ് പറയുന്നത്, എടുക്കണ്ട, 7ാം അധ്യായത്തിൽ പറയുകയാണ്, ഇത് ഇടുങ്ങിയ വഴിയാണ്, ഇത് കണ്ടെത്തുന്നവരോ ചുരുക്കവും. ഇടുങ്ങിയ വഴിയാ, നമുക്ക് വഴിയുടെ വീതി കൂട്ടി കൊടുക്കാൻ പറ്റത്തില്ല. ഒൺലി തിങ്, ഈ വഴിക്ക് പോയില്ലെങ്കിൽ നഷ്ടപ്പെടാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 6ാം അധ്യായത്തിൽ ഈ സമ്പത്തിനെ കുറിച്ച് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതായി. ഇനി ഔട്ട്സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട. കർത്താവ് പറഞ്ഞിരിക്കുന്നത് 6:19, ഭൂമിയിൽ നിക്ഷേപങ്ങൾ നിനക്കായി സംഭരിച്ചു വയ്ക്കരുത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ബാക്കി വായിക്കണ്ട, അതിന് മുമ്പ് അത് ചിന്തിച്ചിട്ട് പോയാൽ മതി. ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് ഇനി നമുക്ക് ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സമ്പത്ത് സ്വരൂപിച്ച് വെക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതിന്റെ അർത്ഥം ഹൃദയത്തിൽ വെക്കരുത് എന്നാണ്. യു ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ എനി ഡിഫറെന്റ് വേസ് ആസ് യു ലൈക്ക്. ബട്ട് ദി ടീച്ചിങ് ഓഫ് ദി ബൈബിൾ ഈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിൾ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നിക്ഷേപങ്ങൾ നിനക്കായി സംഭരിച്ച് വയ്ക്കരുത്. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ് ഫ്രം ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതെല്ലാവർക്കും ഉള്ളതല്ല. ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് സ്നേഹത്തോടെയും ഡയറക്റ്റ് ആയിട്ടും സ്വീകരിക്കുന്നവർക്കുള്ളതാണ്. അതർവൈസ് അതിനകത്ത് അർത്ഥമൊന്നുമില്ല. നമുക്ക് ഇതിന് സിമിലർ സ്റ്റേറ്റ്മെന്റ് ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ ഞാനിന്ന് വായിച്ചു നോക്കിയത്. അത് പറഞ്ഞേക്കുന്നത് അതിന്റെ ഒത്തിരി സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അങ്ങനെ നോക്ക്, അതിന്റെ 5:21 എടുത്താൽ, നീ കൊല്ലരുത്, സഹോദരനോട് കോപിക്കുന്ന ഏവനും ശിക്ഷാവിധിക്ക് അർഹനാണ്, അതുകൊണ്ട് കോപിക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യരുടെ തെറ്റുകൾ അവരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഇതൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മനുഷ്യരുടെ തെറ്റുകൾ അവരോട് നിങ്ങൾ ക്ഷമിക്കില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കില്ല. അതിന്റെ 5:43 അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ശത്രുവിനെ ദ്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. ഇതിനൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഈ 6 വേഴ്സ് നമ്മൾ വായിച്ച് 19 വായിക്കുമ്പോൾ ഇതിന് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ഭൂമിയിൽ നിക്ഷേപങ്ങൾ നിനക്കായി സംഭരിച്ചു വെക്കരുതെന്ന് കർത്താവ് പറഞ്ഞാൽ യു ഹാവ് ടു ഒബേ ഇറ്റ്. യു ആർ ലിവിങ് ഇൻ എ ഡിഫറെന്റ് കിങ്ഡം. ഇത് വേറൊരു ലോകത്തിലൊരു കിങ്ഡത്തിൽ നിന്ന് വേറൊരു കിങ്ഡത്തിലേക്ക് നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ വന്നേക്കുന്ന പോലെ നമ്മൾ കിങ്ഡം മാറാൻ അറിഞ്ഞോ അറിയാതെയോ സമ്മതിച്ചു വരാം. അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയോ സമ്മതിച്ചു വരാം. ഇത് സെയിം ടൈം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ട് ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ യു ആർ ഔട്ട്. ഇവിടെ വന്ന് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഇഫ് യു ആർ കോട്ട് യു വിൽ ബി എക്സ്പെൽഡ്. പിടിക്കപ്പെട്ടാൽ പുറത്താക്കപ്പെടും. ഇനിയിപ്പോ ദൈവത്തിന്റെ രാജ്യത്തിൽ പിടിക്കപ്പെടാതെ പോകുന്ന ഒരു കേസും ഇല്ല. അപ്പൊ ഇതിനകത്ത് പിന്നെ ഈ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഒരാൾക്ക് $1000 അല്ലെങ്കിൽ 1000 രൂപ വരുമാനമുണ്ട്.
500 രൂപ വാടക കൊടുത്തു, 300 രൂപ ഭക്ഷണത്തിനായി, 100 രൂപ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനായി, 900 ചെലവായി, ബാക്കിയുള്ളതാണ് നിക്ഷേപം. ഇനി ചിലർക്കാണെങ്കിൽ ആ 1000 ചെലവായി പോകും. നോ നിക്ഷേപം, ഒരു നിക്ഷേപവും ഇല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിക്ഷേപങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു ബി ആൻ ഒബീഡിയന്റ് ചൈൽഡ് ഓഫ് ഗോഡ്, ദർ ഇസ് നോ എക്സ്ക്യൂസ്, യു കനോട്ട് സേവ് മണി ഹിയർ. ദാറ്റ്സ് ദി ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ടീച്ചിങ് ഓഫ് ദി ലോർഡ്. പക്ഷെ മനുഷ്യർ കാണുന്നത് എന്താ? മനുഷ്യർക്ക് വേണ്ടത്, വിശ്വാസി എന്ന് പേര് പറയും, അവര് ഈ ലോകത്തിലെ മനുഷ്യരെക്കാൾ കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഓടുന്നവർക്ക് ഈ പുസ്തകം ഉപയോഗിക്കാൻ പറ്റത്തില്ല. യു കനോട്ട്, ഇറ്റ്സ് ബെറ്റർ ടു ക്വിറ്റ്. കർത്താവിന്റെ കൽപ്പനകളെ കുറിച്ച് എഴുതിയിരിക്കുന്നിടത്ത് ഒരു സമ്പന്നനായിട്ടുള്ള ആള് കർത്താവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, കൽപ്പനകളൊക്കെ അനുസരിക്കണം. അവൻ പറഞ്ഞു, സോൾ എല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. കർത്താവിന്റെ എക്സ്റേ ഐസ് വെച്ചൊന്ന് നോക്കിയപ്പോ കർത്താവ് പറഞ്ഞു, നീ കർത്താവ് പറഞ്ഞു എന്താ? അത് ഇച്ചിരിയോടെ പ്രല്യൂഡായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ സമ്പൂർണനാകാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ, അതങ്ങ് ആ സെന്റൻസ് അങ്ങ് കളയും. കാരണം നമ്മളിപ്പോ ആരും സമ്പൂർണ്ണരല്ല. ഇഫ് യു വാണ്ട് ടു ബിക്കം പെർഫെക്റ്റ് എന്ന കർത്താവ് പറയുന്നത്. പക്ഷെ ഇനീഷ്യൽ ക്വസ്റ്റ്യൻ, ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ്. കർത്താവ് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതാണ് സമ്പൂർണ്ണനാകുക എന്ന് പറയുന്നത്. കാരണം ഈ കൊളോഷ്യൻസ് 2:10 എടുക്കണ്ട, യു ആർ ഓൾ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങൾ സമ്പൂർണ്ണരാണ്. അപ്പൊ രക്ഷിക്കപ്പെടാനുള്ള കണ്ടീഷനായിട്ടാണ് കർത്താവ് പറയുന്നത്. നീ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ സമ്പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് നമ്മളത് എഴുതി തള്ളുമായിരുന്നു. പക്ഷെ അത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ, നീ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു? ഗുണമെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അതിന്റെ അർത്ഥം ഈ കാര്യത്തില്, കാരണം ബൈബിളിലെ ഹിസ്റ്ററിയും ബൈബിളിലെ സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ഹൃദയത്തിന്റെ അവസ്ഥയെ കർത്താവ് പറയുന്നത്. കാരണം സക്കായിയോടെല്ലാം വിറ്റുകൊടുക്കാൻ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അപ്പൊ സക്കായിയെ രക്ഷിക്കപ്പെട്ടെന്ന് കർത്താവ് പറഞ്ഞത് ഹിസ് ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വെൽത്ത് കണ്ടിട്ടാണ്. അപ്പൊ നമ്മള് കർത്താവിലേക്ക് വന്നതിന് മുമ്പ് ഇന്നും തമ്മിൽ സമ്പത്തിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ, ഫോർ എവരിബഡീസ് ഇൻഫർമേഷൻ ഐ ക്യാൻ സിൻസിയർലി ടെൽ യു, യു ആർ നോട്ട് ബോൺ അഗെയിൻ. ദി ലാസ്റ്റ് ഡേയിൽ ഇത് കേൾക്കേണ്ടവർ, ഞാൻ നിന്നെ അറിയില്ല എന്നുള്ള കർത്താവിന്റെ വാക്ക് കേൾക്കേണ്ട ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് അത്. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം വന്നിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വന്നു. സഭ മാറി, സ്നാനപ്പെട്ടു, ഇതെല്ലാം ചെയ്തു. ബട്ട് ആസ് ഫാർ ആസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വെൽത്ത് ഈസ് സെയിം, മീൻസ് യു ആർ ദി സെയിം ഓൾഡ് പേഴ്സൺ. ഒരു മാറ്റവും ഇല്ല. പാവയ്ക്ക വെള്ളത്തിൽ മുക്കിയ കയ്പ് മാറത്തില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇതില് കർത്താവ് പറഞ്ഞേക്കുന്നേ, ഭൂമിയിൽ നിക്ഷേപങ്ങൾ നിനക്കായി സംഭരിച്ചു വെക്കരുത്. യു ആർ എ പിൽഗ്രിം. ഇവിടെ തീർത്ഥാടനം നടത്തുന്നവരാണ് നമ്മൾ. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം പെർമിറ്റ് ചെയ്തേക്കുന്ന ഒരേ ഒരു സ്ഥലമുള്ളൂ, ദാറ്റ് ഈസ് ഇൻ ഹെവൻ. ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ദെയർ, ഹൃദയപരിവർത്തനം വന്നിട്ടില്ല. എന്തിനാ നമ്മളെ തന്നെ ഡിസീവ് ചെയ്ത്? ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ടെൽ ദി ട്രൂത്ത്. കാരണം പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്ന പോലെ, എഫേഷ്യൻ എൽഡേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവസാനം പറയാം, ഇനി നിങ്ങൾ കാത്തു സൂക്ഷിച്ചില്ല, നിങ്ങളുടെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് പറഞ്ഞേക്കുന്ന പോലെ, ഇവിടെ പണത്തിന്റെ പിന്നാലെ തത്രപ്പാട് നടത്തുന്നവര്, they will never see the kingdom of God. അതിന് ദൈവം എന്നോട് കണക്ക് ചോദിക്കരുത്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യം, ഭൂമിയിൽ നിക്ഷേപങ്ങൾ നിനക്കായി സംഭരിച്ചു വെക്കരുത്, അവിടെ അവയെ കീടങ്ങളും തുരുമ്പും തിന്ന് നശിപ്പിക്കും, കള്ളന്മാർ കുത്തി കവർന്നുകൊണ്ട് പോവുകയും ചെയ്യും. കീടങ്ങളും തുരുമ്പും തിന്ന് നശിപ്പിക്കാത്തതും കള്ളന്മാർ കവർച്ച നടത്താത്തതുമായ സ്വർഗത്തിൽ നിനക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. കാരണം നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരവ് ചെലവുകളെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചം വന്നു, ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദി കിങ്ഡം ഓഫ് ദി ലോർഡ്, അല്ലെ നിത്യതയ്ക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ബ്രോഡനിങ്ങിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷത്തെ പ്രതി എന്ത് നഷ്ടപ്പെടുത്തിയാലും 100 മടങ്ങായിട്ട് കർത്താവ് മടക്കി തരും. ദാറ്റ് ഈസ് വേ ടു ഇൻവെസ്റ്റ്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന എല്ലാം സ്വർഗരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ മനസ്സെവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. അതിന്റെ റിവേഴ്സ് പറഞ്ഞാല്, ഈ സ്വർഗത്തിൽ മനസ്സുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇമ്പോസിബിൾ. ഭയങ്കര ടഫ് ഫ്രോഡായിരിക്കും, ഭയങ്കര ടഫായിരിക്കും. കാരണം ഈ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല, ഫെയിലായി പോകും. ഇടയ്ക്ക് വെച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ദേമാസ് ഫെയിലായി എന്ന് വായിച്ചപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാനിടയായതാണ്. ഏലിയായുടെ ദാസനായിട്ട് നടന്ന ആളാ എലീശ. ഏലിയായുടെ ഒത്തിരി നാൾ ഇങ്ങനെ ഏലിയായുടെ എന്താ പറഞ്ഞേ, എഴുതിയേക്കുന്ന വേർഡ് സത്യവേദ, അതെ, കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവനായിരുന്നു. അത് ചോറിട്ട് കഴിയുമ്പോൾ നമ്മൾ ടിങ് നോക്കി നാൾ പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് കൈ കഴുകാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളായിരുന്നു.
ഏലീശ. അങ്ങനെ തന്നെ ഏലീശയുടെ സാക്ഷി അതായിരുന്നു. അപ്പൊ ഈ കൂടെ നടക്കുമ്പോഴെല്ലാം ഏലീശ ഇങ്ങനെ ഏലിയായെ ഒബ്സർവ് ചെയ്യുക, ജീവിതം കണ്ടിട്ട്. നമുക്കൊരു സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഏലിയായെ പിടിക്കാനായിട്ട് രാജാവ് പട്ടാളക്കാരെ വിട്ടു. ദൈവത്തിന്റെ ദാസൻ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ ഏലിയ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി നിങ്ങളെ കൺസ്യൂം ചെയ്യട്ടെ. 50 പട്ടാളക്കാർ കൺസ്യൂംഡായി. അടുത്ത ടീം വന്നു, അവരും കൺസ്യൂംഡായി. അപ്പൊ ഈ ദൈവത്തിന്റെ ശക്തി കണ്ടിങ്ങനെ ഏലീശ കൂടെ നടക്കുമ്പോൾ മരിക്കാറായപ്പോ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ഏലീശ പറഞ്ഞു, നിന്നിലുള്ള ദൈവശക്തിയുടെ ഇരട്ടി എനിക്ക് കിട്ടും. ദാറ്റ് വാസ് ഹിസ് അംബിഷൻ. അതേസമയം അതുപോലെ പിന്നെ ഏലീശയുടെ കൂടെ ശിഷ്യനായിട്ട് നടന്ന ആളാ ഗേഹസി. അപ്പൊ ഇങ്ങനെ ഒരു ദൈവവേലയൊക്കെ കണ്ടിങ്ങനെ നടക്കുക. മരിച്ച പിള്ളേരെ ഉയർപ്പിക്കുന്നുണ്ട്, പിള്ളേരുണ്ടാകാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളുണ്ടായി, ഇങ്ങനെ എല്ലാം കൂടെ നടക്കുമ്പോൾ ഗേഹസി വിചാരിക്കുന്നത് ഇത് നല്ലൊരു മീൻസാ. എന്തിനു വേണ്ടിയിട്ട്? പണം ഉണ്ടാക്കാൻ നല്ലൊരു മീൻസാ. നൈമാൻ തിരികെ പോയി കഴിഞ്ഞപ്പോ ഗേഹസി പറയുന്നു, എന്റെ യജമാനൻ എത്ര വീട്ടിയ ഈ സിറിയായി നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു സമ്പത്തും എടുത്തില്ല. ഇങ്ങനെ പറഞ്ഞു, കർത്താവാണ്, ഞാൻ പോയി അത് കുറച്ച് സ്വന്തമാക്കും. എന്നിട്ട് പോയി സ്വന്തമാക്കി. അപ്പൊ 2 തരത്തിലുള്ള ദൈവദാസന്മാരുണ്ട്. ഒന്ന് ഏലീശ മാതൃക, ഒന്ന് ഗേഹസി മാതൃക. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏലീശ ഗേഹസിയോട് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കുന്നല്ല, 1 Kings 5:26 ഫസ്റ്റ് അല്ല 2 Kings 5:26 അതൊന്ന് വായിക്കും. 5:26. ആ മനുഷ്യൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് നിന്റെ കൂടെ ഇല്ലായിരുന്നുവോ? പണം, വസ്ത്രങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ചെമ്മരിയാടുകൾ, കാളകൾ, ദാസിദാസന്മാർ എന്നിവയെല്ലാം സമ്പാദിക്കാൻ ഇതായിരുന്നോ സമയം. ഇതായിരുന്നോ സമയം എന്നുള്ളതിനേക്കാൾ ഇച്ചിരിയുടെ കറക്റ്റ് ആണ്. ട്രാൻസ്ലേഷൻ മാറ്റുന്നതല്ല, ഇതായിരുന്നോ വേ എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം വീട് വയ്ക്കുന്നതിനോ പണം ഉണ്ടാക്കുന്നതിനോ എസ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിനോ സ്വർണം മേടിക്കുന്നതിനോ ഒന്നും ദൈവത്തിന് ഒരു കുഴപ്പമില്ല. ബട്ട് എലീശ ഗേഹസിയോട് ചോദിക്കുക, ഇതായിരുന്നു അതിനുള്ള വഴി. ഇതായിരുന്നു അതിനുള്ള വഴി, മാർഗം. വായിച്ചു. അതുകൊണ്ട് നാമാന്റെ കുഷ്ഠരോഗം നിന്നിലും എക്കാലത്തുമുള്ള നിന്റെ സന്താന പരമ്പരകളിലും വിട്ടൊഴിയാതെ നിൽക്കും. അതെ, നോക്കൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഗേഹസിയെ പോലെ നമ്മൾ ആരുടെ അങ്ങനെ മോഷ്ടിക്കാൻ പോകുന്നില്ലെങ്കിലും ഗേഹസിയെ സംബന്ധിച്ച് കർത്താവിലേക്ക് വന്നത് ഇറ്റ് വാസ് എ മീൻസ് ടു ബിക്കം റിച്ച്. അല്ലെങ്കിൽ ഭൗതിക അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള ഏറ്റവും നല്ലൊരു ഷോർട്ട് കട്ടായിട്ട് കണ്ടെത്തിയത് ദൈവസേവയായിരുന്നു. പല ആൾക്കാരും എങ്ങനെയല്ലേ പ്രാർത്ഥിച്ച ദൈവം അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാതിരിക്കത്തില്ല. കാരണം കർത്താവിന്റെ യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിത്യജീവനാണ്. കർത്താവ് വന്നത് എന്ന് നോക്ക്, ലോകത്തിലെ അൺഈക്വാലിറ്റി അല്ലെങ്കിൽ ദാരിദ്ര്യം മാറ്റാനല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് കർത്താവ് വന്നത്. അല്ലെങ്കിൽ ദാരിദ്ര്യം അല്ല മനുഷ്യന്റെ പ്രോബ്ലം ആണോ? അല്ല, പാപമാണ് എല്ലാത്തിനും കാരണമായിട്ട്. പാപം മാറിക്കഴിയുമ്പോൾ ദാരിദ്ര്യം മാറും, പാപം മാറിക്കഴിയുമ്പോൾ രോഗം മാറും, പാപം മാറിക്കഴിയുമ്പോൾ അപ്പൊ മനുഷ്യന്റെ പ്രോബ്ലം രോഗമല്ല, ദാരിദ്ര്യമല്ല, ഒന്നുമല്ല, പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവ് വന്നത്. അപ്പോൾ കർത്താവിനെ ദാരിദ്ര്യം മാറ്റുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ ഐശ്വര്യം തരുന്ന ഒരാളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെന്റ് ക്രൈസ്റ്റ്. കർത്താവ് വന്നത് അവൻ യേശു എന്ന് വിളിക്കപ്പെടും, കാരണം അവൻ നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ഇവിടെ ഗേഹസിയെ പോലെയുള്ള ആൾക്കാരുണ്ട്. അതായത് കർത്താവിലോട്ട് വന്നാൽ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. ഇത് മിനി ഗേഹസിയാണ്. പക്ഷെ ഇൻഹെറിറ്റ് ചെയ്യുന്ന എന്താന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്താ? അതായത് അവിടെ ഗേഹസിക്ക് വന്ന് പോട്ടെ, പക്ഷെ അവിടെ എഴുതിയേക്കുന്നത് തലമുറകൾ നശിച്ചു. അപ്പൊ കർത്താവിനോട് നമുക്ക് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മൾ നശിക്കുന്നത് മാത്രമല്ല, ജനറേഷൻസിന് ഒരു അനുഗ്രഹം കൈമാറിയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ലെറ്റസ് കം ബാക്ക് ടു മാത്യു ചാപ്റ്റർ 6 വരുമ്പോ അപ്പൊ ഇതില് പറഞ്ഞേക്കുന്ന റീസൺ ഇതാണ്. നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കും? ഇവിടുത്തെ ഉയർച്ചകളായിരിക്കും. എന്നാല് നോക്ക്, അത് എഴുതിയേക്കുന്നത് വളരെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിയുമ്പോൾ 6 നമ്മളിപ്പോ വായിച്ചു. കാരണം നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. നെക്സ്റ്റ് പേജിലേക്ക് കിടക്കുമ്പോൾ ഈ 22, 23 അതിനിടയ്ക്ക് ഒരു വേറെ കാര്യം ഇങ്ങനെ കയറിയെന്നുള്ളൂ. അതിന്റെ കണ്ടിന്യൂവേഷൻ 24 തുടങ്ങിയ ഒരാൾക്ക് 2 യജമാനന്മാരുടെ അടിമയായിരിക്കാൻ സാധ്യമല്ല. അയാൾ ഒന്നുകിൽ ഒന്നാമനെ ദ്വേഷിക്കുകയും രണ്ടാമനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒന്നാമനോട് കൂറ് പുലർത്തുകയും രണ്ടാമനെ വെറുക്കുകയും ചെയ്യും. ദൈവത്തെയും മാമനെയും ഒപ്പം സേവിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇത് ഈ ഏകദൈവ
വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. പല ദൈവങ്ങൾ നമുക്കറിയാം, പല ദൈവങ്ങളെ സേവിക്കുന്നവർക്ക് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരു ദൈവത്തിന്റെ കോപം മാറ്റാനായിട്ട് കുറെ പൂജകളൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ദൈവം കോപിക്കും. അപ്പൊ ആ ദൈവത്തിന്റെ കോപമൊക്കെ മാറ്റാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേറെ ദൈവം കോപിക്കും. കാരണം അതുകൊണ്ടാണ് ഏക ദൈവം എന്നുള്ള കൺസെപ്റ്റിന് മാത്രമേ ഈവൻ ഇന്റലക്ച്വലി അതിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നേ, രണ്ട് ദൈവത്തെ ഒന്നിച്ച് സേവിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഒരാളെ സ്നേഹിക്കും, അല്ലെങ്കിൽ മറ്റേ ആളെ വെറുക്കും. അപ്പൊ ഇതിനകത്ത് ഈ സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത്. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നവര് സമ്പത്തിനെ, അതായത് സമ്പത്ത് അവരുടെ ഹൃദയത്തിൽ കാണത്തില്ല. കാരണം നിന്റെ ഹൃദയം എവിടെയോ, നിന്റെ സമ്പാദ്യം എവിടെയോ അവിടെ നിന്റെ ഹൃദയം ആയിരിക്കും. അപ്പൊ കർത്താവിന് ഫസ്റ്റ് കമാൻഡ്മെന്റ് തന്നെ നമുക്കറിയാം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പൊ നമ്മള് ഫസ്റ്റ് കമാൻഡ്മെന്റ് അനുസരിക്കുന്നവരാണോ എന്ന് അറിയാനായിട്ട്, കാരണം ബൈബിളിലെ കുറെ ടെസ്റ്റുകൾ കൊണ്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ വിശ്വാസം എന്നുള്ള വേർഡ് തന്നെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതം ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചാൽ, ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും കർത്താവിൽ വിശ്വസിച്ചിരുന്നു, ഇല്ലേ? വിശ്വസിച്ചിരുന്നില്ലേ? വിശ്വസിച്ചിരുന്നു. അപ്പോ ബൈബിള് തെറ്റാണോ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വാസം, പൊതുവെ മനുഷ്യൻ വിശ്വാസം എന്ന് പറയുന്നത് അല്ല ബൈബിളിലെ വിശ്വാസം. അത് നമ്മുടെ ബൈബിളിൽ നമ്മൾ വിശ്വാസം, അല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ നോളജിനെ നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ നോക്ക്, 1947 മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. നമുക്കെല്ലാം അറിയാം. അതിനെ വേണേ നമുക്ക് ഇങ്ങനെ പറയുകയും ചെയ്യാം, നമ്മൾ വിശ്വസിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ യേശുക്രിസ്തു ലോക രക്ഷിതാവായിരുന്നു. ഇറ്റ്സ് എ നോളജ്. ആ നോളജിന് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നോളജിലായിരുന്നു നമ്മൾ കത്തോലിക്കരായിട്ട് ജീവിച്ചപ്പോഴും, മർത്തോമക്കാരനായിട്ട് ജീവിച്ചപ്പോഴും, ബന്ധുക്കോസുകാരനായിട്ടൊക്കെ വളർന്നു വരുന്നവരൊക്കെ ആ ഒരു നോളജിലാണ് വരുന്നത്. ബട്ട് ഫെയ്ത്ത് ഈസ് സംതിങ് ഡിഫറെന്റ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ബൈബിളിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല, എന്നാലും എത്ര പേരെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദി ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സണാണ്. ആ ആളുടെ, അതായത് കർത്താവിലുള്ള വിശ്വാസത്തിലാന്ന് പറഞ്ഞാൽ ആളുടെ ജീവിതം ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ജീവിതത്തിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ ഇത് ഈ മഹാത്മാഗാന്ധി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഹെഡ് നോളജ് അല്ലാതെ ആ ആളുടെ ആത്മാവിന് രക്ഷ കിട്ടിയിട്ടില്ല. നമുക്ക് ബൈബിളിൽ തുടർച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. അബ്രാഹാം വിശ്വസിച്ചു, സ്ഥലത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, എങ്ങോട്ടേക്കും അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. ഇസാഖിന് ബലി അർപ്പിക്കാൻ പറഞ്ഞു, വിതൗട്ട് സെക്കൻഡ് തോട്ട് നെക്സ്റ്റ് ഡേ ഒബേ ചെയ്തു. അപ്പൊ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും ബൈബിളിൽ രക്ഷ നൽകുന്ന വിശ്വാസം അല്ല, ഇത് എന്തോക്കെ വിശ്വാസമാണ്. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഇത് ശ്രദ്ധിക്കണം. 24 സെന്റൻസിൽ പറയാം. അപ്പൊ രണ്ടുപേരെ ഹൃദയത്തിൽ വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ കർത്താവ് ഹൃദയത്തിൽ സമ്പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ പൈസ കാണില്ലെന്നോ, ബാങ്ക് ഡിപ്പോസിറ്റ് കാണത്തില്ലെന്നോ, അവർ വീട് വെക്കില്ലെന്നോ, പിള്ളേരെ പഠിപ്പിക്കില്ലെന്നോ, വണ്ടി മേടിക്കില്ലെന്നോ ഒന്നുമല്ല. ബട്ട് അവരുടെ ഹാർട്ടിനകത്ത് കർത്താവ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി അതും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയാം എല്ലാവരുടെയും ഹാർട്ടിൽ മുഴുവനാണെന്ന്. ഒരു കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കും. നമ്മുടെ സംസാരം, നമ്മുടെ ചിന്ത, നമ്മുടെ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചിന്തകൾ ഇതിൽ പോകുന്നു. നമ്മൾ ഫ്യൂച്ചറിലെ ഫിനാൻഷ്യൽ നീഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ തന്നെ ആവശ്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഹൃദയത്തിൽ വേറെ സാധനങ്ങളുണ്ട്. സമ്പൂർണ്ണമായിട്ട് ഹൃദയം കർത്താവിന് കൊടുത്തിട്ടില്ല. നോ, ഈ സമ്പൂർണ്ണമായിട്ട് കൊടുക്കാത്ത ഒരു ഹൃദയത്തെയും കർത്താവ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ നമ്മൾ ഡിസീവ്ഡ് ആകുന്നത്. നോക്ക്, 10 കന്യകമാരുടെ ഉപമ കർത്താവ് പഠിപ്പിച്ചു. ഈ 10 കന്യകമാരും ഒരു കന്യകമാരായിരുന്നു, മണവാളിനെ കാത്തിരുന്നവരാ. പക്ഷെ 5 പേര് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഈ റിപ്ലൈ കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? 100% ഷുവർ ആയിരുന്നു മണവാളിനെ അവരെ സ്വീകരിക്കുന്നു. ഞാൻ നിങ്ങളെ അറിയില്ല. കാരണം അവര് ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ജീവിതയാത്ര അവസാനം വരെ എത്തിക്കാനുള്ള ഫ്യൂവൽ അവരുടെ കയ്യിലില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് തിരി കെട്ടുപോയി, മേടിക്കാൻ പോയി, അവർ നഷ്ടപ്പെട്ടു. അവര് കർത്താവിനെ അറിഞ്ഞവരാ, മണവാളിനെ അറിയാം. എന്നാൽ നമ്മൾ ഈ മാത്യു ചാപ്റ്റർ 7 ഇപ്പൊ എടുത്തു വെച്ചേക്കുന്നിടത്ത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. 7:23 വായിക്കുമ്പോ ബാബു, അപ്പോൾ അവരോട് ഞാൻ പ്രഖ്യാപിക്കും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല.
അപ്പൊ നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് മറ്റവരോട് പറഞ്ഞത് മാത്യു ചാപ്റ്റർ 25 അതിന്റെ 12 തുടങ്ങി വായിക്കുമ്പോൾ അറിയാവുന്ന സ്ഥലമാണ് മുഴുവൻ വായിക്കുന്നത്. പക്ഷേ മണവാളൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതെ, അവിടെ നിൽക്കാൻ ഒരിടത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല. പ്രസന്റ് ടെൻസിൽ ഇപ്പൊ നിങ്ങളെ അറിയില്ല, കാരണം ഇവരൊക്കെ ഒരു നാൾ അറിഞ്ഞവരാ. കാരണം ഇവര് കുറെ സമയം ഈ മറ്റേ 5 പേരെ പോലെ തന്നെ കാത്തിരുന്നവരാ, അല്ലേ? ജീവിതയാത്ര സമയം കറക്റ്റ് മണവാളം വരാൻ താമസിച്ചപ്പോഴാണ്. അപ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ, ക്രൈസിസ് വരുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരു വില കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി പണം ചെലവഴിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ദൈവപ്രമാണങ്ങൾക്ക് അനുസരിച്ച് സമ്പത്തിന് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് വിളക്കിൽ എണ്ണയില്ല എന്നുള്ള കാര്യം അറിയുന്നത്. മീൻസ് അതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അതാ വിളക്കിൽ എണ്ണയില്ല എന്നുള്ളതിന്റെ അർത്ഥം. അല്ലാതെ അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവരൊരു നാൾ അറിഞ്ഞവരാ, അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പൊ നിങ്ങളെ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയില്ല. മറ്റവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അവർ അത്ഭുതം ചെയ്തിട്ടുണ്ട്, അടയാളമൊക്കെ ചെയ്തിട്ടുണ്ട്. നെവർ their names were written in the book of life. എല്ലാ കള്ളന്മാർക്കും അത്ഭുതം ചെയ്യാം, എല്ലാ കള്ളന്മാർക്കും എന്ത് സുവിശേഷം പറയാം, എന്ത് കള്ളന്മാർക്കും എന്ത് വേണേലും ചെയ്യാം. കാരണം ഒരു നാളും അറിഞ്ഞിട്ടില്ലാത്തവർക്കും ഏത് അത്ഭുതം ചെയ്യാം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്, ഫറോന്റെ മന്ത്രവാദികൾ ദൈവത്തെ അറിഞ്ഞവരല്ല, അവർ വടിയെ പാമ്പാക്കി. അതിനേക്കാൾ വലിയ അത്ഭുതം ഇവിടെ ആരും ഇപ്പൊ ചെയ്യുന്നില്ല. അവർ വടിയെ പാമ്പാക്കിയത് പോലത്തെ ഒരു കേസ് നമ്മൾ കേൾക്കുന്ന പോലും ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പോ ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഇനിയുള്ളത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരാളെ സേവിക്കാൻ പറ്റും. then it's a very serious crisis, വലിയൊരു സീരിയസ് സിറ്റുവേഷനാണ്. കാരണം ഹൃദയത്തിൽ സമ്പത്തിന് ഒരു സ്ഥാനമില്ല, ഹൃദയത്തിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മനുഷ്യന് ജീവിക്കാനുള്ള ബാങ്ക് ഡിപ്പോസിറ്റ് ഈസ് ഓൺലി വൺ തിങ്. എന്താ? വിശ്വാസം മാത്രം, വേറെ ഒന്നുമില്ല. കാരണം അവരുടെ പിള്ളേരെ പഠിപ്പിക്കണമെങ്കിൽ വിശ്വാസം വേണം, കർത്താവ് കൊടുത്താലേ ഉള്ളൂ. ഒരു നേരത്തെ അരി മേടിക്കണമെങ്കിൽ കർത്താവ് കൊടുത്താലേ ഉള്ളൂ. എവിടെയെങ്കിലും പോണെങ്കിൽ കർത്താവ് കൊടുത്താലേ ഉള്ളൂ. കാരണം മന്ന നാളത്തേക്കില്ല, ഇന്നത്തെ മന്ന ഇന്നത്തേക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. നോക്ക്, 25ാം സെന്റൻസ് തുടങ്ങുന്നത് അതുകൊണ്ടെന്നാണ്. മാത്യു 6:25 6:25 അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു. അതുകൊണ്ടെന്ന് പറഞ്ഞ ഏതുകൊണ്ടാ? അല്ല അതിന്റെ എന്നിട്ട് കർത്താവ് പറയുന്നത് എന്താ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഏതുകൊണ്ട് നിങ്ങളോട് പറയുന്നു? അതായത് അത് പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും ദൈവത്തെ മാത്രമേ നിങ്ങൾക്ക് സേവിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് പണത്തെ സേവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ സീരിയസ് സിറ്റുവേഷൻ. കാരണം കയ്യിലൊന്നുമില്ല, ആകെയുള്ളത് എന്താവശ്യം വന്നാലും കർത്താവിന്റെ മുഖത്തേട്ട് നോക്കണം. ഒന്നുമില്ല, ബാങ്കിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിഫറൻറ്റ്. ബട്ട് ദൈവം ആഗ്രഹിക്കുന്ന ജീവിത വഴിക്ക് കർത്താവല്ലാതെ ഒന്നുമില്ല ജീവിതത്തിന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കർത്താവ് മാത്രം റിസോഴ്സ് ആകുമ്പോൾ അതിന്റെ കൂടെ വരുന്ന സാധനങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവൻ നിലനിർത്തുന്നതിനെ കുറിച്ചോ എന്തണിയുമെന്ന് ശരീരത്തെക്കുറിച്ചോ ഉത്കണ്ഠാകുലരാകേണ്ട. കാരണം ഉത്കണ്ഠ ഉണ്ടാവും, കാരണം കയ്യിലൊന്നുമില്ല, ആവശ്യങ്ങളുണ്ട്. അപ്പൊ നാച്ചുറലി ഈ ഹൃദയം കർത്താവിന് വേണ്ടി തന്നെ കൊടുത്തു കഴിയുമ്പോൾ ഇതൊക്കെ വരും. നമുക്ക് ഞാൻ കർത്താവിൽ മാത്രം ആശ്രയിച്ചേക്കുന്നത്. എൻ്റെ പിള്ളേരെ കൊച്ചിൻ്റെ ആവശ്യമുണ്ട്, വീട് വെക്കേണ്ട ആവശ്യമുണ്ട്, വണ്ടി മേടിക്കേണ്ട ആവശ്യമുണ്ട്, അപ്പനെ നോക്കേണ്ട ആവശ്യമുണ്ട്. എന്ത് ചെയ്യും? ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട. എന്ത് തിന്നുമെന്ന് വിചാരിക്കണ്ട, എന്ത് കുടിക്കുമെന്ന് വിചാരിക്കണ്ട, എന്ത് ധരിക്കുമെന്ന് വിചാരിക്കണ്ട. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് വേടല്ല, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ അപ്പനെ അറിയാം. അപ്പൊ ഇതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ അപ്പനില്ലാത്ത ഓർഫനാണ്. യു ആർ ആൻ ഓർഫൻ. അപ്പനെ അറിയാത്ത ഒരു വിഡ്ഢിയ. നോക്ക്, ന്യൂലി ബോൺ ചൈൽഡിന് അപ്പനുണ്ട് അമ്മയുണ്ട്, പക്ഷെ അപ്പനെ അമ്മയെ അറിയില്ല. ഇങ്ങനെ വിശ്വാസികളായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പനെ കണ്ടറിയില്ല, അമ്മയെ കണ്ടറിയില്ല. ദേ ആർ ഓർഫൻസ് ദോ ദേ ആർ ബോൺ അഗെയിൻ. അവർ മരിച്ച് സ്വർഗത്തിൽ പോയിരിക്കും. ദർ ഇസ് നോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. പക്ഷെ അവർക്ക് ടെൻഷനാണ്. എന്ത് തിന്നും എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫുഡല്ല, മനുഷ്യന്റെ നീഡ്സിനെ കുറിച്ച് ഓൾവേസ് ടെൻഷൻ. ഭാവിയിൽ എന്താവും? അൺസർട്ടനിറ്റി. ഇനി എങ്ങനെയൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും സുരക്ഷിതാക്കാൻ പറ്റും? ഓൾവേസ് ടെൻഷൻ. സിമ്പിൾ. രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയുന്നില്ല, ബട്ട് യു ആർ എ ന്യൂലി ബോൺ ചൈൽഡ്. അല്ലെങ്കിൽ മുല കുടിക്കുന്ന ഒരു കുഞ്ഞിന്റെ അതിനേക്കാൾ കുറഞ്ഞൊരു പ്രായമുള്ളൂ. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞു അതുകൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ദൈവത്തിൽ മാത്രം ഹൃദയം കൊടുക്കുമ്പോൾ ഇത് വരും. എന്ത് തിന്നുന്നുള്ള ടെൻഷൻ വരും, എന്ത് കുടിക്കുന്നുള്ള ടെൻഷൻ വരും, എന്ത് അണിയുന്നുള്ള ടെൻഷൻ വരും.
അല്ലെങ്കിൽ എവിടെ കിടക്കുന്നുള്ള ടെൻഷൻ വരും. ഇത് മൂന്നും ആണ് മനുഷ്യന്റെ തിന്നുക, കുടിക്കുക, ഷെൽട്ടർ, അല്ലെങ്കിൽ മനുഷ്യന്റെ നീഡ്സ്. ഇനി എനിക്ക് ആര് പെണ്ണ് തരും എന്നുള്ള ടെൻഷൻ വരും, എൻ്റെ ശവാടൊക്കെ എവിടെ നടക്കും എന്നുള്ള ടെൻഷൻ വരും, എല്ലാം വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒന്നും ആകുലപ്പെടേണ്ട. കർത്താവ് പറയുവാണ്, കാരണം ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും പ്രധാനമല്ലയോ. എന്നിട്ട് എക്സാമ്പിൾ പറയാം. ഇങ്ങനെ ഹൃദയത്തില് അല്ലെങ്കിൽ ഇപ്പൊ പക്ഷിക്കൊന്നും കോൺഷ്യൻസോ മനസ്സുണ്ടെന്നല്ല, അതായത് ദൈവത്താൽ മാത്രം സംരക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കാക്കയ്ക്ക് അറിയില്ല നാളത്തേക്കുള്ളത് ഞാൻ ഇന്ന് കരുതിയില്ലെങ്കിൽ നാളെ പട്ടിണി കിടക്കുന്നു, കാക്ക ഒരിക്കലും ചിന്തിക്കില്ല, നെവർ. അപ്പൊ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന 2 എക്സാമ്പിൾ കർത്താവ് പറയാം. ഒന്ന്, പക്ഷി. ആകാശത്തിലെ പറവകളെ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പത്തായപ്പുരകളിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ വിലപ്പെട്ടവർ അല്ലയോ നിങ്ങൾ? നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. കാക്കയ്ക്കാണോ വില, നമുക്കാണോ വില ദൈവം കൊടുത്തേക്കുന്നത്? അതായത് ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായിട്ടുള്ള കാക്കയും ലില്ലി ചെടിയും ഒക്കെ അങ്ങനെ തന്നെ. അതിനൊന്നും നത്തിങ് റിമൈനിങ് ബിയോണ്ട് ഡെത്ത് ഒന്നുമില്ല. മൃഗങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, അറക്കപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് സൃഷ്ടിക്കപ്പെട്ടേക്കുന്നു, മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടേക്കുന്നു. അപ്പൊ അതില് നമ്മളെ പറയണ്ടേ, ഈ പശുവിനേക്കാൾ നമ്മൾ ശ്രേഷ്ഠരാണ്, കാക്കയേക്കാൾ ശ്രേഷ്ഠരാണ്. ഈ കാക്കയുടെ ക്വാളിറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് കാക്ക വിലയില്ലാത്ത ജീവി എന്നുള്ളതല്ല, കാക്കയെ സംരക്ഷിക്കുന്നവൻ ദൈവമാണ്. എത്ര കാക്കയുടെ ഡെഡ് ബോഡി നമ്മൾ കണ്ടിട്ടുണ്ട്? ലക്ഷക്കണക്കിന് കാക്കകളുണ്ട്, ലക്ഷക്കണക്കിന് കുരുവികളുണ്ട്. എത്ര പക്ഷിയുടെ ഡെഡ് ബോഡി റോഡ് സൈഡ് വലിയ ഇലക്ട്രോക്യൂട്ടഡ് ആയിട്ട് 1 2 നമ്മൾ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ എവിടെയെങ്കിലും കാക്ക ചത്ത് ചീഞ്ഞ് നാറി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈവൻ ഒരു പക്ഷിയുടെ മരണം അത് കർത്താവ് കെയർ ചെയ്യുന്നുണ്ട്. കർത്താവ് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, 2 കാശിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ, അവയിൽ ഒന്നുപോലും സ്വർഗീയ പിതാവ് അറിയാതെ നിലം പതിക്കുന്നില്ല. അപ്പൊ ഇവിടെ കർത്താവ് 2 എക്സാമ്പിൾ പറഞ്ഞു. വയലിലെ ലില്ലിപ്പൂക്കളെ നോക്കാം, അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ അത് ഫ്ലവേർഡ് ആയിട്ട് നിൽക്കുന്നത്. പറയാ, സോളമന്റെ എല്ലാ മഹത്വം കൂടെ കൂടുന്ന സമയത്ത് പോലും ഈ ലില്ലിച്ചെടിക്കുണ്ടായിരുന്ന പോലെയുള്ള എന്താ പറയുന്നത് ഭംഗിയും ഐശ്വര്യവും സോളമൻ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പൊ കർത്താവ് പറയുകയാണ്, അപ്പൊ നമ്മളെ ചിന്തിക്കണ്ടേ, നമ്മൾ ലില്ലിയേക്കാൾ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവരാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് വായിക്കുന്നത്, ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം. ഇതെല്ലാം നമ്മൾ തിയറിറ്റിക്കൽ അറിഞ്ഞാലും നമുക്ക് ടെൻഷൻ വരും. പൈസ ഇല്ലാത്തതിനെ കുറിച്ച് ടെൻഷൻ വരും, രോഗത്തെക്കുറിച്ച് ടെൻഷൻ വരും, മക്കളുടെ ഭാവിയെക്കുറിച്ച് ടെൻഷൻ വരും, വീടില്ലാത്തതിനെ കുറിച്ച് ടെൻഷൻ വരും, അത് വരും, ഇത് വരും. യൂസ്ലെസ് ആയിട്ടുള്ള ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗീയ പിതാവിന് ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളുടെ പ്രാഗൽഭ്യമില്ല. ദൈവമക്കളുടെ സമ്പത്തിനോടുള്ള കാര്യം പറയുമ്പോൾ സമ്പത്തിന്റെ കാര്യത്തിലെ പ്രശ്നം മുഴുവൻ ഇവിടെ കാമിനി മൂലം അല്ല പ്രശ്നം, എസ്പെഷ്യലി ഇൻ കേരള ബിലീവേഴ്സ്. ഇവിടെ മുഴുവൻ സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്തിനെ കുറിച്ചുള്ള ടെൻഷൻ. അത് പോയി കഴിഞ്ഞാൽ അസിഡിറ്റി വരും, കാലുവേദന വരും, ഏമ്പക്കം വരും, നെഞ്ചരിച്ചിൽ വരും. ടെൻഷൻ. ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ക്രിസ്ത്യ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കും നോഹിന്റെ കാലം. നോഹിന്റെ ഭാര്യയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. നോഹിന്റെ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരേ ഒരു പ്രശ്നമുള്ളൂ. ലോത്തിന്റെ ഭാര്യയ്ക്ക് ഈ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് എല്ലാം പോവുക എന്നുള്ള മിക്കവാറും ആദിയിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഉപ്പുതൂണായത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ ഒരു ലൈവ് ആയിട്ടുള്ളൊരു സംഭവം പറയാം. മീൻസ് നടന്ന സംഭവം, കറക്റ്റായിട്ട് നടന്നതാ. ഈ ആൻഡമാനിൽ സുനാമി വന്നപ്പോൾ ഞാൻ താമസിച്ചിട്ടുണ്ട് ആ വീട്ടിൽ. 2 നില വീട്. അവിടെ വളരെ പാടുപെട്ടൊരു വീട് വെച്ചൊരു. അപ്പൊ ഈ എർത്ത് വന്നപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് ആടി ഓടി. അപ്പൊ അവിടുത്തെ അമ്മാമ്മ, എന്നാലും ഇതെല്ലാം പോവാളൂ എന്ന് പറഞ്ഞ് ശരിക്കും ലോകത്തിന്റെ ഭാര്യ നോക്കുന്നവരെ പുറകോട്ട് നോക്കി. എന്നാലും അത് ഉപ്പുതൂണൊന്നും ആയില്ല, അത് തകർന്നു വീണുമില്ല. എന്നാലും പലപ്പോഴും നമ്മുടെ ഹൃദയം മുഴുവൻ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നില്ല. ദുഃഖകരെന്നേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ആരും ദൈവത്തിന്റെ അടുത്ത് ചെല്ലില്ല. കർത്താവ് എന്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ യേശു അല്ലാതെ എന്തെങ്കിലും സമ്പത്ത് ഹൃദയത്തിലുള്ള ആരും അവർക്ക് ചെന്നെത്താനുള്ള സ്ഥലം അല്ല ഇത്. നമ്മൾ വിചാരിക്കുന്നത് സ്വർഗത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പലപ്പോഴും ആൾക്കാർ പറഞ്ഞാൽ അവരൊക്കെ രക്ഷിക്കപ്പെട്ടതാ, പക്ഷെ ഇങ്ങനെയാന്നേ ഉള്ളൂ എന്ന്. രക്ഷിക്കപ്പെട്ടവർ അങ്ങനെ ആകാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് ഉള്ളിൽ വീണാല് മാവ് കുഴിച്ചിട്ട മാവേ മുളച്ചു വരത്തുള്ളൂ. ദൈവത്തിന്റെ വിത്താണ് വിതച്ചിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വരുന്നത് ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്യാരക്ടറെ അതിൽ നിന്ന് മുളച്ചു വരുള്ളൂ. കാരണം ഹീസ് ദി വേർഡ് ഓഫ് ഗോഡ്, സീഡ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സീഡ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു, ദൈവത്തിന്റെ വചനം. അതാണ് ഹൃദയത്തിൽ വീണിരിക്കുന്നതെങ്കിൽ കർത്താവിന്റെ സ്വഭാവം മുളച്ചു വരും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന അപ്പൊ ഇതില് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ദൈവത്തിന് മാത്രമായിട്ട് ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ ഈ കൺസേൺസ് വരും.
എന്തുടുക്കും, എന്ത് തിന്നും. അതായത് ഫിസിക്കൽ നീഡ്സിനെ കുറിച്ച്, ലോകത്തിലെ ആവശ്യങ്ങളെ കുറിച്ച് ടെൻഷൻ വരും, നമ്മൾ ടെസ്റ്റഡ് ആവും, നമുക്ക് പെർപ്ലെക്സിറ്റി വരും. അപ്പോൾ അതിന് കർത്താവ് പറഞ്ഞേക്കുന്നത് 2 എക്സാമ്പിൾ പറഞ്ഞിട്ട് കർത്താവ് പറയുവാണ്, ഈ ടെൻഷൻ വരുന്ന ആൾക്കാർ ആരാ? ദൈവം ഇല്ലാത്തവരാ, ജാതികളാ. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. അതിന്റെ 30 തുടങ്ങി എഴുതിയേക്കാണ്, അല്പവിശ്വാസികളായ മനുഷ്യരെ അവൻ നിങ്ങളെ അവയേക്കാൾ മെച്ചമായി അണിയിക്കുകയില്ലേ. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. എൻ്റെ 27 years ഓഫ് ക്രിസ്ത്യൻ എക്സ്പീരിയൻസിൽ നെവർ ഐ ഹാഡ് ബാങ്ക് ബാലൻസ്, നെവർ, ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഓൾസോ. ബട്ട് ഒരു കാര്യത്തിൽ പോലും മുടക്കം വന്നിട്ടില്ല. അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജീവിക്കുന്ന പോലെ ഞാനും ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും പട്ടിണി കിടക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ കൊണ്ട് ഒരു ക്രൈസിസ് ഇതുവരെ നേരിട്ടിട്ടില്ല, നെവർ. ഞാൻ പറയാൻ കാരണം ഈ എഴുതിയിരിക്കുന്നത് യാഥാർത്ഥ്യം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രത്യേകം കർത്താവ് ചോദിക്കുകയാണ്, അല്പവിശ്വാസികളായ മനുഷ്യരെ. അപ്പൊ ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ മുഴുവൻ ദുരിതമായിരിക്കും. ഇത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് എന്താ പറയുന്നത്, അവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. അവരെ ദൈവം ഐശ്വര്യമായിട്ട് നടത്തും ഈ ലോകത്തിൽ. കാരണം എത്ര ബാങ്ക് ഡിപ്പോസിറ്റ് ഉള്ള എത്ര സമ്പന്നനായിട്ടുള്ളവനേക്കാൾ ഐശ്വര്യമായിട്ട് ദൈവം നടത്തും. കാരണം സമ്പത്തിനെയും ദൈവത്തെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. സഭാപ്രസംഗി പറയുന്നു, സമ്പത്ത് നൽകുന്ന സംരക്ഷണം, ദൈവം നൽകുന്ന സമ്പത്ത് നൽകുന്ന സംരക്ഷണം, പണം നൽകുന്ന രണ്ടും ഒന്ന് തന്നെയാണ്. സമ്പത്ത് നൽകുന്ന സംരക്ഷണം, അവിടെ വിജ്ഞാനം നൽകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിജ്ഞാനത്തെ അവിടെ ദൈവത്തോട് പേഴ്സണിഫൈ ചെയ്തേ. അപ്പൊ സമ്പത്തിന് സംരക്ഷിക്കാൻ പറ്റും, സമ്പത്തിനെ സംരക്ഷിക്കും, ദൈവം സംരക്ഷിക്കും. ഏതായിരിക്കും ബെറ്റർ? വേറൊരു സ്ഥലത്ത് പറയാം, ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് ഉണ്ടാക്കുന്നു, പക്ഷെ അതിനോട് നോ സോറോസ്. അത് വായിച്ചാൽ മതി, ഇംഗ്ലീഷില. Proverbs 12 വാങ്ങിക്കോ, അത് 10:22 വായിക്കാം. അതെ, സമ്പത്ത് പലർക്കും ഉണ്ടാവും. ലോകത്തിൽ സമ്പന്നര്, ദൈവത്തെ വിളിക്കുന്നവരെയൊക്കെ സമ്പന്നര് ലോകത്തിൽ ദൈവത്തെ വിളിക്കാത്തവരാ, നോ ഡൗട്ട് അല്ലേ? തീർച്ചയായിട്ടും ദൈവത്തെ വിളിക്കുന്നവർക്ക് അങ്ങനെ സമ്പത്ത് ഉണ്ടാകാൻ ചാൻസ് കുറവാ പൊതുവെ. ഇപ്പം നമ്മൾ കിങ്ഡം ഓഫ് ഹെവൻ എടുക്കുമ്പോൾ ന്യൂ ടെസ്റ്റാമെന്റില് കർത്താവിലേക്ക് വന്ന് സമ്പന്നനായ ഒരാളുടെ പേര് പറയാമോ? ജോബ്. ന്യൂ ടെസ്റ്റാമെന്റിലെ കഥാപാത്രം. ന്യൂ ടെസ്റ്റാമെന്റിൽ കർത്താവിലേക്ക് വന്ന്, സ്വർഗരാജ്യത്തിലേക്ക് വന്ന് സമ്പന്നനായ ഒരാളുടെ പേര് പറയുമോ? എല്ലാരും വായിക്കുന്നല്ലേ മത്തായി തുടങ്ങി വെളിപാട് വരെ. ആരാനു? പോൾ സമ്പന്നനായ കർത്താവിലേക്ക് വന്നിട്ട്. അതായത് നോട്ട് ഈവൻ എ സിംഗിൾ കേസ്. അതുകൊണ്ടാണ് പ്രസംഗകരും വിശ്വാസികളും എല്ലാം there is no other way to make a pilgrimage to Old Testament. അവിടെ ആരെയൊക്കെ എടുക്കുന്നത്? അബ്രാഹത്തിന്റെ സമ്പത്ത് നമുക്കുണ്ട്. അബ്രാഹം പ്രസംഗ വിഷയമല്ല. ദാവീദ്, സോളമൻ, ഇങ്ങനെയൊക്കെ അബ്രാഹത്തിന്റെ സമ്പത്തിന് നമ്മൾ അർഹര. അതുപോലെ നമ്മളെ ദൈവം നടത്തുന്നുണ്ട്. അബ്രാഹത്തിന്റെ ഭാര്യയുടെ ശവടൊക്കെ ഐശ്വര്യമായിട്ട് നടത്തി, മക്കളുടെ കല്യാണം ഐശ്വര്യമായിട്ട് നടത്തി, വീട്ടില് ഒന്നിനും മുട്ടില്ലായിരുന്നു, എല്ലാം ദൈവം ഐശ്വര്യമായിട്ട് നടത്തി. അബ്രാഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ? ഈ Acts 7 എടുക്കുമ്പോ. അപ്പൊ പിന്നെ അബ്രാഹത്തെ എങ്ങനെ ലിസിക്ക് മാതൃകയാക്കാൻ പറ്റുമോ? ലിസി പറ്റുമോ? ഓൾറെഡി സ്ഥലം പോലും ഈ ഭൂമിയിൽ വേണ്ടാന്ന് ഓൾ ഹാർട്ടഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അബ്രാഹത്തെ മാതൃകയാക്കാൻ പറ്റൂ. എത്ര പേർക്ക് ആക്കാൻ പറ്റും? ഈ ഭൂമിയിൽ എനിക്ക് ഓൾറെഡി സ്ഥലവും പോലും വേണ്ട, എനിക്ക് ഒന്നും വേണ്ടെന്ന് അല്ലാത്തവർക്ക് അബ്രാഹം വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലാത്ത വിശ്വാസിയുടെ പിതാവല്ല അബ്രാഹം. അതിന് ദാവീദിനെ പിടിക്കണം. പിന്നെ ആരെയൊക്കെ പിടിക്കണം? റൂത്തിനെ. പിന്നെ ആരാ ഉള്ളേ? യോബിന് ഷെറിന് വലിയ ഇഷ്ടമാണ്. അപ്പോ ഞാൻ പറഞ്ഞു, അതാ പുതിയ നിയമ വിശ്വാസികൾക്ക് പ്രസംഗിക്കാൻ ന്യൂ ടെസ്റ്റാമെന്റിൽ ആരുമില്ല, ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ആരുമില്ല. പൗലോസ് പറഞ്ഞ് എനിക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. അതെ, സാംസൺ ഒക്കെ നല്ല കഥാപാത്രങ്ങളാണ്. സാംസൺ ആണെങ്കിൽ ഞാൻ പറഞ്ഞേ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ കിങ്ഡം ഓഫ് ഹെവനിലോട്ട് വരുന്നവര് ഇവിടെ കർത്താവ് വന്നേ പറഞ്ഞു, അതായത് ആകാശ പക്ഷികൾക്ക് കൂടുണ്ട്, പാമ്പിന് മാളമുണ്ട്, എന്റെ പിന്നാലെ വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ആരും വരണ്ട, പക്ഷെ അബ്രാഹത്തെ നടത്തിയ പോലെ ദൈവം നടത്തും. Acts chapter 7 അത് ഞാൻ ഇത് പറയാം. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണം, ദൈവം പലർക്കും തരുന്നുണ്ടാവും. എനിക്ക് മെറ്റീരിയലി ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ പറയാത്തതുകൊണ്ടാണ്. കാരണം അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ടെസ്റ്റിമണി. ബട്ട്
മെറ്റീരിയലി ദൈവം എത്ര അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങിയാൽ വാക്കുകളില്ല. നോ, ഐ കനോട്ട് ടെൽ. പക്ഷെ അതൊരു റൈറ്റ് ടെസ്റ്റിമണി അല്ലാതുകൊണ്ട് പറഞ്ഞു, അതൊരു തരം താണ ടെസ്റ്റിമണി ആയതുകൊണ്ട് മാത്രം പറയാത്ത. അതുകൊണ്ട് ദൈവം ഭൗതികമായിട്ട് അനുഗ്രഹിക്കില്ലെന്നോ ഐശ്വര്യം തരുന്നല്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഐശ്വര്യമായിട്ട് തന്നെ നടത്തും. ക്രിസ്തു യേശുവിൽ തനിക്കുള്ള സമ്പത്തിന് അനുസൃതമായിട്ട് തന്നെ ദൈവം ഭൗതികമായിട്ടും അനുഗ്രഹിക്കും. അറ്റ് ദി സെയിം ടൈം അതൊക്കെ തരം താണ ബിലോ സ്റ്റാൻഡേർഡ് അരിസ്റ്റോക്രസി ഇല്ലാത്ത ക്രിസ്ത്യാനികളാണ് ഭൗതികമായിട്ടുള്ള സമ്പത്തിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. കുലീനത്വം ഇല്ലാത്തൊരു കുടുംബത്തിൽ പറക്കാത്തവര്. കുടുംബത്തിൽ പറക്കാത്തവരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുടുംബം അല്ല പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവരാ. സകല നാമങ്ങൾക്കും മഹത്വം നൽകുന്ന സ്വർഗത്തിലെ കുടുംബത്തിൽ ഇത്രയും കുലീനമായിട്ടുള്ള കുടുംബത്തിൽ വേറെ ആരും ജനിച്ചിട്ടില്ല. ഈ തരം താണ കുടുംബത്തിൽ ജനിച്ചവരാ ഇവിടെ മാങ്ങ കിട്ടി, തേങ്ങ കിട്ടി, ചക്ക കിട്ടി എന്ന് പറയുന്നത്. ആക്ട്സ് ചാപ്റ്റർ 7 അതിന്റെ അതൊന്ന് വായിക്കാം. ബാബു ഒന്ന് വായിച്ചു. 4 തുടങ്ങി വെച്ചു. പിന്നീട് 3 തുടങ്ങി വെച്ചു. അമ്പ്രാത്തോട് നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുന്ന ദേശത്തേക്ക് പോകുക. പിന്നീട് അയാൾ കൽദായ ദേശം വിട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിന്റെ മരണശേഷം അവിടെ നിന്ന് ദൈവം അയാളെ നിങ്ങൾ ഇപ്പോൾ നിവസിക്കുന്ന ഈ ദേശത്തേക്ക് മാറ്റി പാർപ്പിച്ചു. പക്ഷേ അവൻ അയാൾക്ക് അവിടെ ഒരവകാശവും ഒരടി സ്ഥലം പോലും കൊടുത്തില്ല. എങ്കിലും അയാൾക്കും അയാളുടെ സന്തതികൾക്കും ഉടമാവകാശം നൽകുമെന്ന് അയാൾ സന്താനരഹിതനായിരിക്കെ തന്നെ ദൈവം അയാളോട് വാഗ്ദാനം ചെയ്യുന്നു. അബ്രാഹം ഹി വാസ് എ പിൽഗ്രിം. ഒരടി സ്ഥലം പോലും ദൈവം കൊടുത്തില്ല. അപ്പോ അബ്രാഹത്തിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന പുതിയ നിയമ വിശ്വാസിക്കും വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് അപ്പൊ ഹൃദയത്തിൽ ഇവിടെ ഒരടി സ്ഥലം വേണം ദൈവം തന്നിരിക്കും. ബട്ട് ഒരടി സ്ഥലമെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അബ്രാഹം പിതാവാകത്തില്ല. നോ, അവർക്ക് ഈ പറഞ്ഞ പോലെ സാംസണോ ദാവീദോ അല്ലെങ്കിൽ സോളമനോ ഇവരൊക്കെ ആയിരിക്കും അവരുടെ പിതാവ്. ഈ ലോകത്തിൽ സ്വപ്നങ്ങളുള്ളവർക്ക് അബ്രാഹം പിതാവല്ല. ഈ ലോകത്തിൽ സ്വപ്നങ്ങളില്ലാത്തവരെ ദൈവം അബ്രാഹത്തെ നടത്തിയ പോലെ നടത്തും. അവരുടെ സകല കാര്യങ്ങളെയും ക്രിസ്തു യേശുവിൽ ഐശ്വര്യമായിട്ട് ദൈവം നടത്തും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ അതുകൊണ്ട് മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് അബ്രാഹത്തെ ജീവിപ്പിച്ച പോലെ ഈ ലോകത്തിൽ ദൈവം ജീവിപ്പിക്കും ഐശ്വര്യമായിട്ടും. അവർക്ക് എന്തിനാ അവർ മരിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോയി. എന്നാൽ ഈ സോളമൻ ജീവിച്ചേക്കാൾ ഐശ്വര്യമായിട്ട് അബ്രാഹം ജീവിച്ചത്, ദാവീദ് ജീവിച്ചേക്കാൾ ഐശ്വര്യമായിട്ട് അബ്രാഹം ജീവിച്ചത്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു. ദാവീദിന് സമ്പത്തുണ്ടായിരുന്നു, മക്കൾ തമ്മിൽ അടിപിടി, കൊലപാതകം, ഇമ്മൊറാലിറ്റി. സോളമന് സമ്പത്തുണ്ടായിരുന്നു, 1000 ഭാര്യമാര്. പിന്നീട് ഒരു സമയത്ത് സോളമൻ പറയുകയാണ്, ഞാൻ 1000 ഭാര്യമാരുണ്ടായിരുന്നു, ഇതിൽ ഒന്നുപോലും ഗുണപ്പെട്ട ഭാര്യയില്ലായിരുന്നു. നമുക്ക് എന്ത് സമാധാനം ഉണ്ടായിരുന്നു സോളമന്, എന്ത് സമാധാനം ഉണ്ടായിരുന്നു ദാവീദിന്. പക്ഷെ അബ്രാഹം സമാധാനത്തോടെ ദീർഘായുസോടുകൂടി ജീവിച്ച് മരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ നമ്മൾ സമ്പത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇപ്പോഴുള്ള ഭൗതിക സമ്പത്തിനേക്കാൾ എന്തെങ്കിലും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആരുടെയും പിതാവ്, വിശ്വാസത്തിന്റെ പിതാവ് അബ്രാഹം അല്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം. പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയമെടുക്കാം. ഹീബ്രൂസ് 12, ഹെബ്രായ ലേഖനം 12 അധ്യായത്തില് പന്ത്രണ്ടിന്റെ അതിന്റെ 15ാമത്തെ സെന്റൻസിലെ ഒരു ചെറിയ വേർഡ് എടുത്താൽ മതി. 15ാമത്തെ സെന്റൻസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കയ്പുവേര് വളർന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും അങ്ങനെ അനേകർ മലിനരാകാതിരിക്കാനും ശ്രദ്ധിക്കുക. അവിടെ വേരെന്ന് ഉദ്ദേശിക്കുന്ന വേരിനെയല്ല, നമുക്കറിയാം. കയ്പുവേര് വളർന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും അങ്ങനെ അനേകർ മലിനരാകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ ശ്രദ്ധിക്കുകയാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ സെന്റൻസിനെ അതിനു മുമ്പും അതിന് ശേഷമുള്ള സെന്റൻസുകളിൽ ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്താ വെച്ചേക്കുന്നത്. അപ്പൊ അതിന് മുമ്പും പിമ്പും ഉള്ളത് വായിക്കുമ്പോൾ 14ാം സെന്റൻസിൽ ഇങ്ങനെ തുടങ്ങുന്നത്, സമാധാനത്തിൽ വർത്തിക്കാനും വിശുദ്ധി പ്രാപിക്കാനും പരിശ്രമിക്കുക. ഇപ്പൊ കയ്പുകാരെന്ന് പറഞ്ഞേക്കുന്നത് എന്താ,
അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഒരു സിന്നിന്റെ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ റൂട്ട്. കയ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബിറ്റർ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവത്തിന്റെ. കാരണം പലതും ഈ റൂട്ട് ലെവലിൽ നമ്മൾ അറിയില്ല. അപ്പൊ ചേന കുഴിച്ചിട്ടുള്ളവർക്കറിയാം. ചേന കുഴിച്ചിട്ടാല് ഒരു 2-3 മാസത്തേക്ക് അതിനൊരു മുള ഉണ്ടാകത്തില്ല. പക്ഷേ അത് ഇറ്റ്സ് എലൈവ് അണ്ടർഗ്രൗണ്ട്, ഇൻവിസിബിൾ ആയിട്ട് അത് എലൈവാണ്. അപ്പൊ അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൂട്ട്, കയ്പ് വേരെന്ന് പറഞ്ഞിരിക്കുന്നത് അത് പുറത്ത് വന്നിട്ടില്ല, ഇൻസൈഡാണ്. അപ്പൊ ഈ കയ്പ് വേര് വളർന്നാലേ ഇത് പുറത്തേക്ക് വരത്തുള്ളൂ. കയ്പ് വേര് വളർന്ന് പുറത്തേക്ക് വന്ന് അനേകർ മലിനരാകാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞേക്കുന്നതിന്റെ അപ്പുറം ഇപ്പുറം വായിക്കുമ്പോൾ അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഉദ്ദേശിക്കുന്നത് എന്താ? കർത്താൻ ഇഷ്ടമില്ലാത്ത ചെറിയൊരു ഫ്രാക്ഷൻ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് അവിടുന്ന് പുറത്തേക്ക് വരും. അത് കണ്ടേജിയസ് ആണ്. പാപം എപ്പോഴും കണ്ടേജിയസ് ആണ്. വിശുദ്ധി കണ്ടേജിയസ് അല്ല. അത് നിയമത്തിലൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ അപ്പം അശുദ്ധമായിട്ടുള്ളതിൽ തൊട്ടാല് അശുദ്ധമായിട്ടുള്ളത് വിശുദ്ധമാകുമോ ചോദിക്കുന്നുണ്ട്. അത് ഈ വിശുദ്ധമായിട്ടുള്ളത് അശുദ്ധമാകും, എന്നാൽ അശുദ്ധമായിട്ടുള്ളത് ഒരിക്കലും വിശുദ്ധമാകത്തില്ല. അതിന് നേരെ തിരിച്ച് ഇപ്പം വിശുദ്ധമായിട്ടുള്ളതില് അശുദ്ധമായിട്ടുള്ളത് വന്ന് തൊട്ടാലും ഈ വിശുദ്ധി അങ്ങോട്ട് കിടക്കത്തില്ല, അശുദ്ധി അങ്ങോട്ട് കിടക്കത്തില്ല. അപ്പൊ പാപം എപ്പോഴും കണ്ടേജിയസ് ആണ്. ഈ പാപം അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ ഒരിക്കലും അത് മാറിപ്പോകത്തില്ല. അപ്പൊ ഇവിടെ കയ്പ് വേര് ചെറിയൊരു കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ വന്നാൽ അത് മുളയിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ അത് പുറത്തു വരികയും അത് കണ്ടേജിയസ് ആവും. അത് 1 കൊരിന്ത്യസിൽ പൗലോസ് പറയുന്നുണ്ട്, അല്പം പുളിമാവ് മുഴുവനെയും പുളിപ്പിക്കും. അതോട് പാപം ചെയ്തവൻ ഇമ്മീഡിയറ്റ്ലി യു എക്സ്കമ്മ്യൂണിക്കേറ്റ്. അല്ലെങ്കിൽ ആ പാപം അത് ഗൗരവമല്ല എന്ന് അവിടെ വ്യഭിചാരം ചെയ്തൊരു കേസാണ് അവനെ സഭയിൽ വെച്ചോണ്ടിരുന്നാല് ബാക്കിയുള്ളവർക്ക് എന്ത് മെസ്സേജ് കിട്ടും? അത്ര ഗൗരവമുള്ള പ്രശ്നമൊന്നുമല്ല. നോക്കി പഴയ നിയമത്തില് ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മളിങ്ങനെ പഴയ നിയമ യഹൂദരുടെ ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുക. അത് വായിച്ചു വന്നാല് വി വിൽ ഓൾസോ ഹാവ് ദി സെയിം മൈൻഡ് ആസ് ദാറ്റ് ഓഫ് ഗോഡ്. കർത്താവ് അവിടെ പറയുന്ന ഈ ആൾക്കാരെ വധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന റീസൺ എന്താ ഷാജ? ഒറ്റ റീസൺ അതെ, എല്ലായിടത്തും ഒറ്റ റീസണാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. അതേ പ്രിൻസിപ്പിൾ എവിടെയും പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടേജിയസാ. അപ്പൊ കയ്പ് വേര് വളർന്ന് അത് ആ വേര് റൂട്ട് ലെവലിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ വളർന്നു പൊങ്ങും. അതോടുകൂടി ആ ആള് നശിക്കും. അത് കണ്ടേജിയസ് ആയിട്ട് അനേകരെ നശിപ്പിക്കും. അതിനപ്പുറം ഇപ്പുറം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. കയ്പ് വേരുമായിട്ടുള്ള ബന്ധത്തില് 14 സെന്റൻസിൽ പറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കാനും വിശുദ്ധി പ്രാപിക്കാനും പരിശ്രമിക്കുക. കാരണം വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയില്ല. ആർക്കും ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പൊ ദൈവകൃപ കിട്ടിയ പിന്നെ നഷ്ടമാവില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അവർ പ്രത്യേകം വായിക്കേണ്ട കാര്യം ഇവിടെ എഴുതിയേക്കാണ്, ആർക്കും ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു, നമ്മളെല്ലാം ദൈവകൃപയിൽ ജീവിക്കുന്നവർ കിങ്ഡം ഓഫ് ഹെവനിലേക്ക് ജനിച്ചു വീണവരുവാണ്. കിങ്ഡം ഓഫ് ഹെവനിലേക്ക് ജനിച്ചു വീണത് കൊണ്ട് കിങ്ഡം ഓഫ് ഹെവൻ ഇൻഹെറിറ്റ് ചെയ്യുന്ന അർത്ഥമുണ്ടോ അതിന്? ഇല്ല. പൗലോസ് പറയാം, 1 കൊരിന്ത്യർ 6 പറയാം, ഈ ഫോർണിക്കേറ്റേഴ്സ് ഇങ്ങനെയുള്ള ഈ പാപങ്ങൾ ചെയ്യുന്നവരാരും they will never inherit the kingdom of God എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവര് ഇൻഹെറിറ്റ് ചെയ്യില്ല, അവർ ഇതിനകത്ത് ജീവിച്ചു. ഇപ്പൊ 5 കന്യകമാർ അവരും ഇതിൽ ജീവിച്ചതാ, പക്ഷെ അവര് മണവാളനെ റിസീവ് ചെയ്യാൻ അവരില്ലായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കാനും. അപ്പൊ നമുക്ക് ആരോടെങ്കിലും സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അതൊരു കയ്പ് വരാം. നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് എന്താ പറയുന്നത്, ചില ആൾക്കാരെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ റെസ്റ്റ് പോവുക, അല്ലെങ്കിൽ നമ്മൾ പെർപ്ലെക്സ്ഡ് ആവുക. നമുക്ക് അതിനു മുമ്പ് നല്ല സമാധാനമായിട്ടിരിക്കുമായിരുന്നു. ആളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുറമെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അകത്ത് എന്തായി? അകത്തൊരു എന്താ പറയുന്നത്, ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് മാറിയിട്ട് ഒരു പെർപ്ലെക്സ്ഡ് ആയി. അപ്പൊ അവിടെ കയ്പ് വേര് കിടക്കുന്നുണ്ട്. അത് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞില്ല, അപ്പൊ തന്നെ അതിനെ പ്ലക്ക് ഔട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് അവൻ പുറത്തേക്ക് വരും. കുറെ കഴിയുമ്പോൾ അത് കണ്ടേജിയസ് ആവും, മറ്റുള്ളവരിലേക്കും അത് വ്യാപിക്കും. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കാനും വിശുദ്ധി പ്രാപിക്കാനും പരിശ്രമിക്കുക. വിശുദ്ധിയെ കുറിച്ച് പറയുകയാണ്, വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് ജനിച്ചു വീണേക്കുന്നത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. അതാ പൗലോസ് പറഞ്ഞ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ കോഴ്സ്. അപ്പൊ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് ഡിഗ്രി കിട്ടാറില്ല. നോ, ഒത്തിരി പേര് കോഴ്സ് ഔട്ട് ആകാറുണ്ട്. സെയിം വേ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് ജനിച്ചു വീണവരാ, ബോണഗീന.
ഇറ്റ് വിൽ നെവർ ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ഇൻഹെറിറ്റ് ദി കിങ്ഡം ഓഫ് ഹെവൻ. പക്ഷേ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ പ്രാക്ടീസ് ആയേക്കുന്നത്. അതായത് രക്ഷിക്കപ്പെട്ടു, ഫിനിഷ്. ദുഃഖം എന്നേ പറയാം, ദുഃഖകരെന്നേ പറയാൻ പറ്റൂ. ബൈബിൾ ഒരിടത്തും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈവൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന, മറ്റുള്ളവരെ കർത്താവിലോട്ട് നയിച്ച ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചില്ല എങ്കിൽ ഞാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു പൗലോസ് പഠിപ്പിച്ചു. ആ ടീച്ചിങ് ഇന്നില്ല. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് ഒരു ജനത്തെ രക്ഷിച്ചവൻ തന്നെ പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ ശിക്ഷിച്ചു. നമുക്കിന്ന് ആ ടീച്ചിങ് ഇല്ല, അത് പോയി. പക്ഷെ കർത്താവിന്റെ ടീച്ചിങ് അങ്ങനെ തന്നെയുണ്ട്. നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് ജനിച്ചു വീണു, ഇനി വിശുദ്ധി പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ ആരും ഇൻഹെറിറ്റ് ചെയ്യില്ല. വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയില്ല. നമ്മൾ ചിന്തിച്ചതാ, മോശയ്ക്കൊന്നും കാണാൻ പറഞ്ഞിട്ട് ദൈവം കാണിച്ചു കൊടുത്തില്ല. ദൈവം പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. പൗലോസ് എഴുതി, തിമോത്തിയിൽ എഴുതി, അനന്തമായ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ ആരും കണ്ടിട്ടില്ല, കാണാൻ സാധ്യവുമല്ല. എന്നാൽ വെളിപാട് 22 നമ്മൾ വായിച്ചു, റെവലേഷൻ 22 വായിച്ചു, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. അപ്പൊ ഇവന്റെ മുഖം കാണണമെങ്കിൽ വിശുദ്ധി അല്ലാതെ വേറെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അശുദ്ധമായതൊന്നും നിങ്ങളുടെ സംസാരത്തിന് പോലും ഇടയാകരുത്. മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷൽ ഇമ്മൊറാലിറ്റി പലപ്പോഴും അവോയ്ഡ് ചെയ്യും. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അത്യാഗ്രഹത്തെ കുറിച്ച് സംസാരിക്കരുത്. അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്നില്ലേ, അവര് പോയ പൈസ ഇല്ലാതെ കിടന്നവർ ഇപ്പൊ ഭയങ്കര നല്ല കാലസ്ഥിതിയാ. അവര് വെച്ചേക്കുന്ന ഒരു വീടൊന്ന് കണ്ടാൽ മതി, എന്തോ ഒരു വീടാ. അവർ ഭയങ്കര കാലസ്ഥിതി അവർക്ക്. ഈ വിശ്വാസി ഇരുന്നുകൊണ്ട് ഇത് സംസാരിക്കുന്നത് ഉള്ളിലുള്ള ദ്രവ്യാഗ്രഹമായിരിക്കും. കാരണം അവന് ഇപ്പോഴും വിലപ്പെട്ടതായിട്ട് കാണുന്ന അവൻ വെച്ചേക്കുന്ന വലിയ വീടും അവന്റെ കാലസ്ഥിതിയൊക്കെയാ. കാരണം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്, ഈ ദ്രവ്യാഗ്രഹത്തെ കുറിച്ച്, ഈ ഭൗതിക സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക പോലും ചെയ്യരുതെന്ന് പറയാൻ കാരണം ഇത് സംസാരം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിൽ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഇത് വായിൽ കൂടി വരുന്ന കാണുമ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ കയ്പ് വേദനെ പിഴുത് കളഞ്ഞില്ലെങ്കിൽ, അപ്പൊ ഉള്ളിൽ ദ്രവ്യാഗ്രഹം നിറയുന്നത് കൊണ്ട്, സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് പല ആൾക്കാരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം സഹായിച്ചാൽ ഇതൊക്കെ ശരിയാവും. ഏത് ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി പൈസ ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയും, കർത്താവ് സഹായിച്ച ഇതെല്ലാം നടക്കും. എന്താ നടക്കേണ്ട കാര്യം? എന്താ? ഈ പൈസ ഉണ്ടാവണം. കാരണം ഇത് കയ്പ് വേറെ, ഉള്ളിൽ കിടക്കുന്ന കയ്പ് വേറെ. ഇതിനെ മുളയിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ ഇത് നമ്മളെ കാർന്നു തിന്നും. അപ്പോ വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയില്ല. അത് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എഫേഷ്യൻസ് 5 ഈ സ്ഥലം മാറ്റില്ല കേട്ടോ. എഫേഷ്യൻസ് 5 ഭാഗം ഒന്ന് വായിക്കും. 5 അതിന്റെ 5:1 തുടങ്ങി വായിക്കുന്നു, ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കാൻ പറയാൻ കാരണം എന്താ? ഞാൻ ചൊല്ലി, സിംഹത്തിന്റെ കുഞ്ഞ് സിംഹത്തെ പോലെ ആയി വരേണ്ടത്. സിംഹത്തിന്റെ കുഞ്ഞ് പൂച്ചയെ പോലെ ആയി എന്താവും? അല്ലെങ്കിൽ സിംഹത്തിന്റെ കുഞ്ഞ് മുയലിന്റെ ക്യാരക്ടറായി, അല്ലെ മാനിന്റെ ക്യാരക്ടറായി. അപ്പൊ അതുകൊണ്ട് ആ ഒരു നാച്ചുറൽ, ഒരു സ്വാഭാവികമായിട്ട് ഉൽപ്പത്തിയിൽ കണ്ട അതത് തരം വിത്ത് പുറപ്പെടുവിക്കുന്ന സസ്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ അതത് തരം ക്യാരക്ടർ ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാണോ അതാണ് വായിച്ചു പോകും. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ നിങ്ങൾ ചലിക്കുക. ദൈവത്തിന് പരിമളമുള്ള ബലിയും യാഗവുമായി അവൻ തന്നെ നമുക്ക് വേണ്ടി അർപ്പിച്ചു. അവിഹിത വീഴ്ചയുടെയോ, ദൈവത്തിന്റെ മക്കളെ പോലെ വ്യാപരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനിയുള്ളത്. അവിഹിത വീഴ്ചയുടെയോ എന്തെങ്കിലും അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിന്റെയോ പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. അതായത് അവിഹിത വീഴ്ച, അതായത് കർത്താവിനെ സേവിക്കുന്നവരാരും അവിഹിത വീഴ്ചക്കാരല്ല. പക്ഷെ അങ്ങനെയുള്ള കേസുകൾ പറയുന്നത്, കേൾക്കുന്നത്, സംസാരിക്കുന്നത് എല്ലാം പൊതുവെ എന്താ പറയുന്നത്, ഈ കയ്പ് പേര് ഉള്ളിലുള്ള ആൾക്കാർക്ക് താല്പര്യമായിരിക്കും. കാരണം ഇതൊക്കെ പറഞ്ഞത് കാരണം ഇതിലേക്ക് വന്നാൽ ഇതൊന്നും ഇൻഡൽജ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊന്നും സംസാരിക്കുകയെങ്കിലും ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇനി സംസാരിച്ചില്ലെങ്കിലും അത് കേട്ടിരിക്കാൻ ഒരു രസം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതൊക്കെ കയ്പ് പേരുകൾ. അവിഹിത വീഴ്ചയുടെയോ പിന്നെന്തൊക്കെയാ, എന്തെങ്കിലും അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിന്റെ ഒരു പാർട്ടാണ് നമ്മൾ പറയുന്നത്. അവര് വെച്ചേക്കുന്ന വീടൊന്നും കാണേണ്ടത് തന്നെ വല്ലാത്തൊരു സാധനം വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അങ്ങേർക്ക് എന്താ പറയുന്നത്, 10 വർഷം മുമ്പ് ഇപ്പൊ എന്തൊരു കാലശേഷിയാന്ന്, അല്ല കാലശേഷി എന്നാണ്, കാലസ്ഥിതി, സോറി, എന്താ ഒരു കാലസ്ഥിതിയാണ് ഇതാണ് അത്യാഗ്രഹം. ഇത് വിശ്വാസി എന്ന് പറയുമ്പോ ഇത് കർത്താവ് പരിശുദ്ധാത്മാവ് വിലക്കിയിരിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ പേര് പോലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുതെന്ന് പറയാൻ കാരണം ഇതുള്ളവന്റെ ഹൃദയത്തിൽ കർത്താവില്ല. കർത്താവ് ഉണ്ട്,
ഇത് ഹാർട്ടിന് തന്നെ 4 ചേമ്പേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ഒരു ചേമ്പറിൽ കാണും. ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമല്ല. തുടർന്ന് വായിച്ചു വരുമ്പോ അവ വിശുദ്ധർക്ക് യോജിച്ചതല്ല. അശ്ലീല സംസാരമോ വ്യർത്ഥ ഭാഷണമോ പരിഹാസമോ അരുത്, അത് നിങ്ങൾക്ക് യോജിച്ചതല്ല. വേണ്ടത് കൃതജ്ഞതാ സ്തോത്രം അത്രേ. വേണ്ടത് കൃതജ്ഞതാ സ്തോത്രം അത്രേ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വേണ്ടത് കൃതജ്ഞതാ സ്തോത്രം അതെ, അത് അതിനോട് വായിന്ന് എപ്പോഴും സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വേണ്ടത് കൃതജ്ഞതാ സ്തോത്രം അത്രയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കോമൺ സെൻസിൽ അതെ, താങ്ക്ഫുൾ ഹാർട്ട്. അതായത് നമുക്ക് ദൈവം തന്നതിനെ കുറിച്ച് നന്ദി പറയുന്ന അർത്ഥങ്ങൾ, ഇല്ലാത്തതിനെ കുറിച്ചല്ല. കൃതജ്ഞതാ സ്തോത്രം എന്ന് പറഞ്ഞാൽ കിട്ടിയതിനെ കുറിച്ച് നന്ദി പറയാൻ പറ്റുള്ളൂ, നന്ദി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ഈ സ്വർഗരാജ്യത്തിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അനുകരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളതും സംസാരിക്കാനുള്ളതും ദൈവം തന്നതിനെ കുറിച്ചല്ല, ദൈവം തരാത്തതിനെ കുറിച്ചല്ല, കിട്ടാത്തതിനെ കുറിച്ചല്ല, വേറൊരാൾക്ക് കിട്ടി എനിക്ക് കിട്ടാത്തതിനെ കുറിച്ചല്ല. അവരുടെ വായിൽ നിന്ന് എപ്പോഴും സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നവരല്ല അവർ. കാരണം ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് ഇറ്റ് ഈസ് റിട്ടൺ. അപ്പോൾ ഈ നാമം ജപിക്കുന്ന പോലെ സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവകൽപ്പന ലംഘിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. പ്രത്യുത സുബോധത്തോടു കൂടി എപ്പോഴും ദൈവം നൽകിയ നന്മകളെ കുറിച്ച് സംസാരിക്കുന്നവരായി തീർന്ന നദി പറഞ്ഞിരിക്കുന്നു. കൃതജ്ഞതാ സ്തോത്രം അത്രേ. വായിച്ചു. ഇക്കാര്യം നന്നായി അറിയുക. ഇക്കാര്യം നന്നായി അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയണ്ടേ? നന്നായി അറിയുക. വായിച്ചു. അവിഹിത വേഷക്കാരനോ അശുദ്ധനോ അത്യാഗ്രഹിക്കോ അതായത് വിഗ്രഹാരാധകനോ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ ഒരു അവകാശവുമില്ല. ഉള്ള വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പോ ഉള്ള വാക്കുകൾ എന്ന് പറയുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇങ്ങനെ ചിലർ പറയുന്നത് പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്നാനപ്പെട്ട എന്താണെങ്കിലും സ്വർഗത്തിൽ ഒരു സീറ്റ് ഉറപ്പാണ്. സ്നാനപ്പെട്ട സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാണ്. അങ്ങനെയാണ് ശിമയോൻ സ്നാനപ്പെട്ടതാ. പത്രോസ് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലെ ഈ ദുശ്ചിന്തയെ കുറിച്ച് നീ മാനസാന്തരപ്പെട്ടാൽ ഒരുപക്ഷെ ദൈവം നിന്നോട് ക്ഷമിച്ചേക്കാം. യൂദാസും സ്നാനപ്പെട്ടതായിരിക്കും. കാരണം മോസ്റ്റ് പ്രോബബ്ലി അവരൊക്കെ സ്നാനപ്പെട്ടതായിരിക്കും, പ്രത്യേകിച്ച് എഴുതിയിട്ടില്ലെങ്കിലും. ദെൻ ദേമാസ് എന്താണെങ്കിലും സ്നാനപ്പെട്ട ആളാണ്. അപ്പൊ സ്നാനപ്പെട്ട സ്വർഗത്തിലൊരു സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവരെ പല ആൾക്കാർ. ദുഃഖകരം എന്ന് പറയാൻ പറ്റും. ഒരു സീറ്റും കിട്ടില്ല സ്നാനപ്പെട്ടതിന്റെ പേരിൽ. ഈ പറഞ്ഞേക്കുന്നതാണ് സീറ്റ് കിട്ടാനുള്ള കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. അത്യാഗ്രഹിക്കോ അതായത് വിഗ്രഹാരാധക്കാരനോ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ ഒരവകാശവും ഇല്ല. ഇറ്റ് ഈസ് എ ഡിഫറെന്റ് കിങ്ഡം. ടോട്ടലി യു വിൽ ബി ത്രോൺ ഔട്ട്. ഒരവകാശവും ഇല്ല. എന്നിട്ട് പറയാണ് പൊള്ള വാക്കുകൾ. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ടീച്ചിങ്സ് എല്ലാം പൊള്ള വാക്കുകളാണ്. വിശുദ്ധി പ്രാപിച്ചോ അശുദ്ധി പ്രാപിച്ചോ ഒന്നും പ്രശ്നമല്ല. സ്നാനപ്പെട്ടതാണോ, രക്ഷിക്കപ്പെട്ടോ, ബോണഗെയിൻ ആണോ? ഈ ബോണഗെയിൻ ആയിട്ടുള്ളവരെല്ലാവരും സ്വർഗരാജ്യം ഇൻഹെറിറ്റ് ചെയ്യില്ല എന്നാണ് പൗലോസ് പറഞ്ഞു. ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ വിശുദ്ധി പ്രാപിക്കണം. കയ്പുവേരിനെ ആ കയ്പുവേരാന്ന് ഡിറ്റക്ട് ചെയ്ത് മുളയിലെ നുള്ളിക്കളയണം. പൊള്ള വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം ഈ വക കാര്യങ്ങൾ നിമിത്തമാണ് അനുസരണ ഇല്ലാത്തവരുടെ മേൽ ദൈവക്രോധം നിബന്ധിക്കുന്നത്. അതെ. അപ്പോ അടുത്ത സെന്റൻസോടെ വായിച്ചു. അതിനാൽ അവരുമായി നിങ്ങൾക്ക് സംസർഗം അരുത്. അതെ. അതായത് ഈ കാര്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ഇത് പലപ്പോഴും കർത്താവിനെ സ്വീകരിച്ചൊരു ഇത് ചെയ്യില്ല. പക്ഷെ ഇത് ചെയ്യുന്നവരോടുള്ള കൂട്ടുകെട്ടുണ്ടാവും. ഇത് ചെയ്യുന്നവരുമായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ദ്രവ്യാഗ്രഹം പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറയും. ഇതെല്ലാം എന്താ പറയുന്നത്, ഷുഗർ കോട്ടഡ് പോയിസൺ എന്ന് പറയുന്ന പോലെ ഹിഡൻ ആയിട്ട് ഉള്ളിലുള്ള ദ്രവ്യാഗ്രഹവും വ്യഭിചാരവും എല്ലാം പുറത്തു വരുന്ന അവസരങ്ങളാണ്. ഈ 1 Corinthians 6 എടുക്കുമ്പോൾ അതിന്റെ 9 തുടങ്ങി വായിക്കുമ്പോൾ വായിച്ചു. അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ വഞ്ചിതരാകരുത്. അപ്പൊ ആ സെന്റൻസ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വഞ്ചിതരാകരുത്. കാരണം എങ്ങനെയൊക്കെ ജീവിച്ചാലും സ്വർഗരാജ്യത്തിൽ പോകുന്നുള്ള ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. നിങ്ങൾ വഞ്ചിതരാകരുത്. അസാന്മാർഗികളോ വിഗ്രഹാരാധകരോ വ്യഭിചാരികളോ സ്വവർഗ സംഭോഗികളോ കള്ളന്മാരോ അതിപലിശക്കാരോ മദ്യപാന്മാരോ പരദൂഷക്കാരോ കവർച്ചക്കാരോ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ അത്തരക്കാരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങൾ കഴുകപ്പെട്ടു, പവിത്രീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. കൊറിന്ത സഭയില് പൗലോസ് പറയാ, നിങ്ങൾ അത്തരക്കാരായിരുന്നു. ഇവരുടെ പാസ്റ്റ് ടെൻസാ. പലപ്പോഴും ഇന്നത്തെ ക്രിസ്ത്യ സഭകളിൽ ഇത് പ്രസന്റ് ടെൻസാ. പലരും അത്തരക്കാരാണ്. പരദൂഷണം,
നമുക്ക് വേറുള്ളൊരു കാര്യം അനാവശ്യമായിട്ട് പറയുകയോ ഇടപെടും, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലകട, അത് പരദൂഷണത്തിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ്. അതുപോലെ ഇതിലാണെങ്കിൽ നമുക്ക് അസന്മാർഗികളോ വിഗ്രഹാരാധകർ നമ്മൾ എഫേഷ്യൻസിൽ വായിച്ചു, ദ്രവ്യാഗ്രഹികൾ തന്നെയായ വിഗ്രഹാരാധകര്, കള്ളന്മാരോ അതിപലിശക്കാരോ മദ്യപന്മാരോ പരദൂഷകരോ കവർച്ചക്കാരോ ദൈവരാജ്യം, അത് ഇംഗ്ലീഷിലാണെങ്കിൽ they will never inherit the kingdom of God. അവർ ദൈവരാജ്യത്തിലൊക്കെ ജീവിച്ചവരോ കൊറിന്തോസുകാരോടൊക്കെ പറയാം, they will never inherit the kingdom of God. നിങ്ങളിൽ ചിലർ അത്തരക്കാരായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് അങ്ങനെയുള്ളൊരു സ്വർഗരാജ്യ അവകാശമാകില്ല. അവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ എന്താകരുത്, വഞ്ചിതരാകരുത്. ഇന്നത്തെ ഏറ്റവും വലിയ ഡിസെപ്ഷനാണ് രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു ടൈറ്റിൽ. അല്ലെങ്കിൽ ഇത് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ ആൾക്കാർ പറയുന്നു, നമുക്ക് എന്ത് പാപവും ചെയ്യാൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പാശ്ചാത്യ ലോകം എടുത്താൽ അവരെല്ലാം കല്യാണത്തിന് മുമ്പ് എന്താ പറയുന്നത്, സഹവസിക്കുന്നവരാണ്. അപ്പോൾ അതിന് ബൈബിളിൽ പറയുന്ന വ്യഭിചാരം അല്ലെ ഫോർണിക്കേഷൻ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം പേര് മാറ്റി. അപ്പോൾ ഇവിടെ അത് പ്രീ മാരിറ്റൽ റിലേഷൻ എന്നാക്കി, അല്ലെങ്കിൽ കില്ലിങ് എ ബേബി ഇൻസൈഡ് ദി വോംബ്, അത് പാപമെന്ന് പറയും. പക്ഷെ ഫീറ്റസിനെ റിമൂവ് ചെയ്യുന്നത് പാപമല്ല. അപ്പൊ എല്ലാ പേര് മാറ്റി പാപത്തിനെല്ലാം പരിഷ്കരിച്ച പേരുകൾ കൊടുത്തിട്ട് കൊണ്ടുവന്നേക്കും. സെയിം വൈൻ ഇൻ എ ഡിഫറെന്റ് വൈൻ സ്കിൻ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ പ്രമാണങ്ങൾക്ക് മാറ്റമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കയ്പ് പേര് അതിന് മുളയിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ നശിപ്പിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ക്രിസ്ത്യാനിറ്റിയിൽ ജീവിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമെന്ന് there is no guarantee. എല്ലാവരും സ്വർഗത്തിൽ പോയി കാണുന്ന നമ്മുടെ ആഗ്രഹം. അറ്റ് ദി സെയിം ടൈം ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല, കർത്താവ് പഠിപ്പിച്ചില്ല, അപ്പസ്തോലന്മാർ പഠിപ്പിച്ചില്ല. ഈ ഹീബ്രൂസ് 12 മടങ്ങി വരുമ്പോ അപ്പൊ വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. പൗലോസ് എഫേഷ്യൻസിനോടും കൊറിന്തോസുകാരോടും ഒക്കെ പറയുന്നത് ഡിസീവ്ഡ് ആകരുത്, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമെന്ന് വിചാരിച്ച് ചെല്ലില്ല. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കുന്നവരുടെ കാര്യത്തിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 12 അപ്പൊ അവിടെ പറഞ്ഞേക്കാണ്, വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയില്ല, എന്നിട്ട് ആർക്കും ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പൊ നമ്മളെല്ലാം ദൈവകൃപ പ്രാപിച്ചവരാണ്. ഈ നഷ്ടപ്പെടണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ നഷ്ടപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അതില്ലാന്ന് വിചാരിച്ച ഏറ്റവും വലിയ വിട്ടിത്തരായിരിക്കും. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഡിസെപ്ഷൻ ആൻഡ് ഡേഞ്ചർ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്, ഈ ഒരു നാൾ കർത്താവിൽ ജീവിച്ചവര് ഈ ബാക്ക്സ്ലൈഡ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അവർക്ക് ഒരിക്കലും പുറത്തു പോയി എന്ന് തോന്നില്ല. കാരണം അവർ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, അവർ വലിയ പാപങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എഫേഷ്യൻ ചർച്ചിന് കർത്താവ് പറഞ്ഞൊരു കാര്യം പോലെയാണ്. അതായത് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വി ആർ ഓൾറെഡി ഔട്ട്. നമ്മളെ കൃപയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പലരും സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് രക്ഷിക്കപ്പെട്ട കാലത്ത് ഭയങ്കര ഉത്സാഹമായിരുന്നു, ഭയങ്കര കൂട്ടായ്മയായിരുന്നു, ഭയങ്കര താല്പര്യമായിരുന്നു, ഭയങ്കര ബൈബിൾ പഠനമായിരുന്നു, രാത്രി ഉണർന്ന് നിന്ന് ബൈബിൾ പഠിക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. എനിക്ക് ഓൾറെഡി ഔട്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല. കാരണം ഇത് വർദ്ധിച്ചു വരേണ്ട ഒരു സാധനം കുറഞ്ഞു പോയെങ്കിൽ പിന്നെ അത് എന്താ പറയുന്നത്, ഔട്ട് ഓഫ് വേ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നവരെ ആർക്കും ദൈവകൃപ നഷ്ടമാകാതെ സൂക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞേക്കുന്നത്, കയ്പുപേര് വളർന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും അങ്ങനെ അനേകർ മലിനരാകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ ജന്മാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആരും അധാർമികനോ ലൗകികനോ ആകാതിരിക്കട്ടെ. അപ്പൊ അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. 16. Lest there be any fornicator or profane person like Esau, who for one morsel of food sold his birthright. അതെ. അപ്പോൾ നമുക്ക് ഏശാവിന്റെ ലൈഫ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടില്ലെങ്കിലും ഇവിടെ ഏശാവിന്റെ പാപമായിട്ട് എഴുതിയിരിക്കുന്നത് വ്യഭിചാര, ഫോർണിക്കേഷൻ. അത് സത്യവേദപുസ്തകത്തിൽ കറക്റ്റ് ആണ്, വായിക്കും. താമസം വേണ്ട. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്നേ, അപ്പൊ ഇവിടെ കയ്പുപേരിന്റെ വേറൊരു പേര് പറഞ്ഞേക്കുന്നത് എന്താ? ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്നേ, ഈ ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കുന്ന കൂട്ടത്തില് എക്സാമ്പിൾ ആയിട്ട് അതിന് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞേക്കുന്നേ 12:16 വായിക്കും. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുകയും. അതെ, NIV-ലൊന്ന് വായിക്കും. അതിനകത്താണ് സെക്ഷലി ഇമ്മോറൽ ലൈക്ക് ഏസാവ്. ഉൽപ്പത്തിയിൽ ഒരിടത്തും എഴുതിയിട്ടില്ല, പക്ഷെ ഇവിടെ എഴുതിയേക്കുവാണ്, നോ വൺ ഈസ് ടു ബി സെക്ഷലി ഇമ്മോറൽ ലൈക്ക് ഏസാവ്.
ഏശാവിന്റെ സെക്ഷൽ ഇമ്മൊറാലിറ്റി ഒന്നും പ്രത്യേകമായിട്ടൊന്നും എഴുതിയിട്ടില്ല. നമുക്കറിയാം ആദ്യം ഒരു കല്യാണം കഴിച്ചു, രണ്ടാമതൊരു കല്യാണം കഴിച്ചെന്നുള്ളതൊക്കെ ഒഴിച്ചു അതത്ര എന്താ പറയുന്നത് സീരിയസ് ഇഷ്യൂ അല്ല പഴയ നിയമത്തിലെ കാര്യങ്ങളിൽ. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ കയ്പ് വേര് മുളച്ചു വരുന്ന ഒരു ഏരിയ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ജന്മാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആരും സെക്ഷലി ഇമ്മോറലോ വേൾഡ്ലിയോ ആകരുതെന്ന് എഴുതിയിരുന്നു. അപ്പൊ ഈ ഏരിയകളെല്ലാം കയ്പ് വേര് വരുന്ന ഏരിയകളാണ്. ഒന്ന്, ഒരു നേരത്തെ ഭക്ഷണം, അതായത് ഒരു നേരത്തെ ഭക്ഷണം. ഏശാവ് പറയുന്ന റീസൺ ഇതാ, ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കിട്ടിയില്ല ഞാൻ മരിച്ചു പോകുന്ന. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിരിപ്രഭാഷണത്തിലെ കർത്താവിന്റെ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ടീച്ചിങ് പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഉപവസിക്കാത്തവരാണെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഏശാവിനെ പോലെ തന്നെയാണ്. അതൊരു കയ്പ് വേരാ. അതിനെ എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന്റെ അടിമകളായിത്തീരും. അത് ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് അതൊരു ഭൂഷണമല്ല. ഇഫ് യു ആർ എ സ്ലേവ് ടു ഫുഡ്, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുന്നതിനും കുഴപ്പമില്ല. ബട്ട് ഇഫ് യു ആർ എ സ്ലേവ് ടു ഫുഡ്, ശരി ഇന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കത്തുള്ളൂ, ഇന്നതില്ലെങ്കിൽ എനിക്ക് ഊണ്. എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ നിന്ന് വന്നേക്കുന്നവർക്കെല്ലാം ഉണ്ട്. ഇത്തിരി ചില ഈ അച്ചായന്മാർക്കാണെങ്കിൽ ബേസിക്കലി ചേർച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണം അടിക്കണം. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഉണക്കമീനൊന്ന് അടുപ്പിലിട്ട് അതിൻ്റെ മണമെങ്കിലും കിട്ടിയാൽ ചോറ് ഇറങ്ങി പോകും. പക്ഷെ അങ്ങനെയുള്ള ഫുഡ് അഡിക്ഷൻ, അങ്ങനെ നമ്മൾ ഇന്നും അങ്ങനെ ജീവിക്കുന്നെങ്കിൽ ഏശാവിന്റെ ശിഷ്യന്മാരാ കയ്പ് വരാം. അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ബീങ് എ ക്രിസ്ത്യൻ യു മസ്റ്റ് ഹാവ് മാസ്റ്ററി ഓവർ ഫുഡ്. നിങ്ങൾക്ക് ഇന്ന ഭക്ഷണം കിട്ടിയാലേ ഞാൻ കഴിക്കുള്ളൂ, അല്ലെ ഇന്നത് അതിന്റെ അടിമയാകാൻ പാടില്ല. അത് നാശത്തിലേക്ക് നയിക്കുന്ന ഇവിടെ എഴുതിയേക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ ജന്മാവകാശം അത് വിറ്റ് കളഞ്ഞു. അപ്പൊ ഈ ജന്മാവകാശം വിറ്റ് കളഞ്ഞത് ഭക്ഷണത്തിന് വേണ്ടി. അപ്പോ ഏശാവിന്റെ ലൈഫിൽ ഏത് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ്? ഭക്ഷണം എന്നുള്ളതല്ല, സ്പിരിച്വൽ കാര്യങ്ങൾക്ക് തീരെ വിലയില്ല. ലോകകാര്യം അതാണല്ലോ. കാരണം ജന്മാവകാശം കൊണ്ട് എന്താ കാര്യം? ജന്മാവകാശം ആർക്കും നേടിയെടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഇറ്റ്സ് ബൈ ബർത്ത്, ദൈവം കൊടുക്കുന്ന. അപ്പോ ആ ദൈവിക കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് സാരമില്ല, അത് കൊടുത്തിട്ട് ഒരു നേരത്തെ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പം ഒരു സ്പിരിച്വൽ കോംപ്രമൈസ് ചെയ്ത് ഒരു ഭൗതിക നന്മ ഉണ്ടാക്കുന്ന എല്ലാവരും ഏശാവിന്റെ ഡിസൈപ്പിൾസ് അല്ലെ ഏശാവിന്റെ മക്കളാണ്. അതായത് കർത്താവിനോടൊരു അനുസരണക്കേട് കാണിച്ചു, ഇൻ ടൈം കിട്ടിയിരിക്കുന്ന ഒരു ഭൗതിക നന്മ. വർത്ത്ലെസ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്, വർത്ത്ലെസ് സ്റ്റുപ്പിഡ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് അതാണ് അതിന്റെ എക്സാക്ട് ലെസൺ. അതാ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും ഭൗതിക നേട്ടം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാം ജീവിതത്തിൽ പല പതിപ്പുകളുണ്ട്. അല്ലാതെ എല്ലാത്തിനും ഒരേ ഗൗരവമല്ല. നമ്മൾ ഈ ക്രൈം പറയുമ്പോൾ തന്നെ ഒരേ സെയിം ക്രൈമിന് തന്നെ പല വകുപ്പുകളുള്ള പോലെ തന്നെ, മർഡർ തന്നെ പല വകുപ്പുകളുള്ള പോലെ തന്നെ ഇതിനകത്ത് ചില ആൾക്കാർ ഇച്ചിരി അല്പം നേരം കൂടെ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവത്തിന്റെ വചനം വായിക്കില്ല. ആകെ ജോലി തിരക്കിനിടയ്ക്ക് കുറച്ച് സമയമുള്ളൂ. ഒരു ദിവസം ഹോളിഡേ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഒരു ദിവസം ഹോളിഡേ കിട്ടുമ്പോൾ ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ കിടന്നുറങ്ങും, ഇതെല്ലാം ചെയ്യും. അതിന് വേണ്ടാന്ന് വയ്ക്കുന്ന സാധനം എന്താ? ജന്മാവകാശം ഓർ സ്പിരിച്വൽ റൈറ്റ്. കർത്താവിന്റെ കാര്യം മാറ്റി വയ്ക്കും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തും. ചില ആൾക്കാർ പറയില്ലേ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നില്ല. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമില്ല മനുഷ്യൻ. ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കർത്താവായ യേശുക്രിസ്തു മാത്രമുള്ള ഒരു മനുഷ്യ ജന്മത്തിൽ വേറെ ഒന്നുമില്ല ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം പറയുന്ന ആൾക്കാരും അങ്ങനെയെല്ലാം ചെറിയൊരു അസൗകര്യം വന്നു, ചെറിയൊരു ഡിസ്കംഫർട്ട് വന്നു, അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ പോകുന്നു, ഇതെല്ലാം ഏശാവിന്റെ മക്കളാണ്. ഇതെല്ലാം ഈ കയ്പ് വേര് വളർന്ന് അത് മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് കൂടോടെ പറിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഇത്തിക്കണ്ണിയാ ഈ കയ്പ് വേരെന്ന് പറയുന്നത്. അത് മരത്തെ ഉണക്കും. ഏശാവിനെ പോലെ ആരും അധാർമികനോ ലൗകികനോ സെക്ഷൽ ഇമ്മോറൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എനി സെക്ഷൽ ഇമ്മൊറാലിറ്റി, കാരണം വിശുദ്ധിയുടെ നേരെ ഓപ്പോസിറ്റാ സെക്ഷൽ ഇമ്മൊറാലിറ്റി. അപ്പൊ ഇനോർഡിനേറ്റ് ആയിട്ടുള്ള ദൈവം പെർമിറ്റ് ചെയ്തിരിക്കുന്ന, ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്ന രീതിയിലല്ലാതുള്ള എല്ലാ സെക്ഷൽ പാഷൻസും സെക്ഷൽ റിലേഷൻസും അത് കയ്പ് വേരാ. അത് നമ്മളെ വേരോടെ പറിച്ചുകൊണ്ട് പോകും. കാരണം ഈ കയ്പ് വേരെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് വേരായതുകൊണ്ട് പുറമെ ഒരു കുഴപ്പമില്ല, വളരെ ഡീസന്റ് ബിഹേവിയർ ആയിരിക്കും. ഓപ്പോസിറ്റ് സെക്ഷനോട് വളരെ ഡീസന്റ് ബിഹേവിയർ ആയിരിക്കും, പക്ഷെ ഉള്ളില് ചെറിയ കയ്പ് വേര് കിടക്കുന്നുണ്ടാവും. അത് ആ ആൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ പറയുന്നത്, ആ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള റിലേഷനിൽ സംസാരിക്കാൻ പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ ഇതെല്ലാം നാച്ചുറൽ ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ദൈവത്തിന്റെ മക്കൾക്ക് യോജിച്ചതല്ല. അപ്പൊ അതില് സെക്ഷലി ഇമ്മോറലോ അല്ലെങ്കിൽ ലൗകികനോ ആകാതിരിക്കുക. അപ്പം ഈ ലോകത്തിലെ കാര്യങ്ങളിലാണ് നമുക്ക് കർത്താവിന്റെ കാര്യങ്ങളിലേക്കാൾ താല്പര്യമെങ്കിൽ കയ്പ് വരാത്, അത് നമ്മളെ നശിപ്പിച്ച് കളയും. എന്നിട്ട് ഇവിടെ എഴുതിയേക്കുവാണ്, ഇതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കയ്പ് വേര് മുളയിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് എഴുതിയേക്കുന്നത്. പിന്നീട് ചില ആൾക്കാർ പറയില്ല, ഞാൻ സ്വർഗത്തിൽ പോകും, കുരിശേ കിടന്ന കള്ളൻ സ്വർഗത്തിൽ പോയ പോലെ. ഒത്തിരി പേര് പറയാറില്ലേ,
പറയാറില്ലേ പോലും? കേട്ടിട്ടേ ഇല്ല. കേട്ടില്ലേ? കുരിശ കിടന്ന കള്ളൻ അവസാനം മരിക്കുന്ന മുമ്പ് രക്ഷിക്കപ്പെട്ട പോലെ അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടോളാം. അവരെല്ലാവരും വായിക്കേണ്ട ഒരു സെന്റൻസ് വേഴ്സ് 17. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പിന്നീട് ആ അനുഗ്രഹം അവകാശമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അയാൾ പുറന്തള്ളപ്പെട്ടു. കണ്ണീരോടെ ആഗ്രഹിച്ചിട്ടും അയാൾക്ക് അനുദപിക്കാൻ അവസരം കിട്ടിയില്ല. നമുക്ക് അതുകൊണ്ടാണ് ഹീബ്രൂസ് അല്ല 2 Corinthians 6:2 വായിക്കുമ്പോൾ 2 Corinthians 6:2 അവൻ അരുൾ ചെയ്യുന്നു, അനുകൂലമായ സമയത്ത് ഞാൻ നിന്നെ ചെവിക്കൊണ്ടു, രക്ഷയുടെ ദിനത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഇതാണ് അനുകൂലമായ സമയം, ഇതാണ് രക്ഷയുടെ ദിനം. അതെ, നൗ ഈസ് ദി ടൈം ഫോർ സാൽവേഷൻ. ദാറ്റ് ഈസ് ദി മെസ്സേജ് ഓഫ് ദി ലോർഡ്. അല്ലാതെ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന എല്ലാം ഒരു പ്രശ്നമില്ലാതെ എല്ലാം കൺഡ്യൂസീവ് ആകുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരു മാർഗ്ഗം അല്ല കർത്താവിന്റെ മാർഗ്ഗം. വാട്ട് എവർ മേ ബി ദി അഡ്വേഴ്സ് സിറ്റുവേഷൻ, if you are failing to live for the Lord, you will never get the opportunity. അതാ യേശാവിന്റെ ലെസണിൽ നമ്മൾ വായിക്കുന്നത്. ഹീബ്രൂസ് തന്നെ 3:7 വായിക്കുമ്പോൾ ഭാഗം വായിച്ചു. അതിനാൽ പരിശുദ്ധാത്മാവ് അരുൾ ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം കേൾക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷാ ദിനത്തിലുണ്ടായ കലാപത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത്. അതെ, അവിടെ പറഞ്ഞു ഇന്ന് നീ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് അറിഞ്ഞ് രക്ഷിക്കപ്പെടാനുള്ള അവസരം സത്യം അറിഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ എന്ന് ഐ ഹാവ് എ ഡൗട്ട്. കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. പിന്നീട് ഏശാവ് പിന്നീട് അനുദപിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ പുറന്തള്ളപ്പെട്ടു. വിൽഫുൾ ആയിട്ട് രക്ഷയെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളവര് പിന്നീട് മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ എന്ന് ഐ ഹാവ് എ ഡൗട്ട്. കാരണം അത് ദൈവത്തിന്റെ വചനത്തിലെ എല്ലാ പ്രമാണങ്ങൾക്കും വിരുദ്ധം. അത് പിന്നീട് അവർ വിചാരിക്കും അവർ രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ പറ്റുന്ന ഒരു പരിപാടിയല്ല ഇത്. കാരണം ഏതോ ഒരു വലിയ സുവിശേഷകന്റെ ഒരു വാക്യം കേട്ടിട്ടുണ്ട്, ആളുടെ പേരൊന്നും ഓർക്കുന്നില്ല. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരു തവണ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത് വരെ ഒരു മനുഷ്യനും രണ്ടാമത് കർത്താവിനെ കുറിച്ച് കേൾക്കാനുള്ള റൈറ്റ് ഇല്ല. നമ്മളെത്ര ആൾക്കാർ പുറകെയാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ മനുഷ്യരും കർത്താവിനെ കുറിച്ച് ഒന്ന് കേൾക്കുന്നത് വരെ ഒരു മനുഷ്യനും രണ്ടാമത് കേൾക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പൊ നോക്ക്, നമ്മൾ 1000 വട്ടം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്തവര് പിന്നീട് വളരെ മനസ്സോടെ കയറി വന്ന് ഹൃദയ പരിവർത്തനത്തോടു കൂടിയൊന്നും അല്ല വരുന്നത്. അത് പിന്നെ ഏശാവ് ട്രൈ ചെയ്തു, അത് പിന്നെ സ്നാനപ്പെട്ടു എന്ന് ഹൃദയ പരിവർത്തനം അറിയില്ല. ദൈവത്തിന്റെ മഹാമനസ്കതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് പിന്നീട് അനുദപിക്കാൻ ഏശാവ് ആഗ്രഹിച്ചിട്ടും ഏശാവിന് അവസരം കൊടുക്കാത്ത ദൈവം വിൽഫുൾ ആയിട്ട് രക്ഷയെ തള്ളിക്കളഞ്ഞവർക്ക് പിന്നീട് അവസരം കൊടുക്കുന്നു. അറിയില്ല. കാരണം നമ്മുടെ ഹൃദയം അല്ല ദൈവത്തിന്റെ. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ. മിസ്റ്ററി ബിലോങ്സ് ടു ഗോഡ്. പക്ഷെ ഇവിടെ ഏശാവിന് അവസരം ദൈവം കൊടുത്തില്ല. ഇവിടെ എഴുതിയേക്കുന്നത് കണ്ണീരോടെ ആഗ്രഹിച്ചു, പക്ഷെ കൊടുത്തില്ല. അപ്പൊ ദർ ഈസ് എ ടൈം, നൗ ഈസ് എ ടൈം ഫോർ സാൽവേഷൻ. ഇപ്പോഴാണ് സമയം. ഇത് കേട്ടിട്ട് മാറ്റി വെക്കുന്നവർക്കുള്ളതല്ല കർത്താവിന് മാർഗം എന്ന് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഇനി കർത്താവ് ആർക്കെങ്കിലും അവസരം കൊടുക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. എല്ലാ മനുഷ്യൻ രക്ഷ പ്രാപിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കയ്പ് വേര് വളർന്ന്, അപ്പൊ കയ്പ് വേര് എന്തെങ്കിലും കർത്താവിന് ഇഷ്ടമില്ലാതെ ചെറിയൊരു കാര്യം നമ്മൾ ഉണ്ട് എന്ന് കണ്ടാൽ യു forsake ഇറ്റ്. പെയിൻഫുൾ ആണ്. കാരണം നമുക്ക് ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും കർത്താവിനെ അനുസരിക്കണമെങ്കിൽ പെയിൻ കൊടുത്തേ പറ്റൂ, വേദന കൊടുത്തേ പറ്റൂ. മോശയെ കുറിച്ച് എഴുതിയേക്കുന്നത് ഈ ലോകത്തിലെ നിധികളെക്കാൾ ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന നിന്ന വലിയ അല്ലെങ്കിൽ ശ്രേഷ്ഠം എന്ന് മോശ തീരുമാനിച്ചു. യു ആർ ടു ഡിസൈഡ്. അല്ലെ തന്നെ ഒന്നും കയറി വരത്തില്ല ഇത്. യു ആർ ടു ഡിസൈഡ്. യു ആർ ടു എന്താ പറയുന്നത്, നെഗ്ലക്ട് ഓർ forsake ദി പ്ലഷേഴ്സ് ഓഫ് ദി വേൾഡ്. ലോകം ഒത്തിരി പ്ലഷേഴ്സ് കൊണ്ടുവരും. ചില കൂട്ടുകെട്ടുകൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുന്നത്, കല്യാണം ആലോചിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ രക്ഷിക്കപ്പെട്ട പെണ്ണും വന്നു, രക്ഷിക്കപ്പെടാത്ത പെണ്ണും വന്നു, വൈസ് വേഴ്സ. രക്ഷിക്കപ്പെടാത്ത പെണ്ണാണ് എല്ലാ പ്രകാരത്തിലും എന്താ പറയുന്നത്, ജഡത്തിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൂ. പക്ഷെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അവൾക്ക്. എന്താ കുറവ്? കർത്താവില്ല. അപ്പൊ എന്ത് പറയും എല്ലാവരും? എന്ത് പറയും? രക്ഷിക്കപ്പെടാം. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇപ്പൊ തൽക്കാലം കല്യാണം നടക്കട്ടെ എന്ന് പറയും. പിന്നെ നടക്കും ഇത്. അങ്ങനെ കല്യാണം കഴിച്ച ഒത്തിരി പേരുണ്ട്. പിന്നീട് അവർ ബാബിലോണിന്റെ തീരത്തിരുന്ന് ജെറുസലേമിനെ കുറിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ. അപ്പൊ ഇതില് ഈ അല്പം കയ്പുവേര് വളർന്ന് അത് നശിപ്പിക്കുക, അല്ലെങ്കിൽ അത് എല്ലാവരും ആ പാപത്തിലേക്ക് നയിക്കാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ളത്, അത് ഇറ്റ്സ് എ കൊട്ടേഷൻ ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്. എവിടെ നിന്നാന്ന് പറയാം?
നമ്മളൊരു ലെസണായിട്ട് പറയുന്ന അറ്റ്ലീസ്റ്റ് ന്യൂ ടെസ്റ്റാമെന്റിലെ ഓൾഡ് ടെസ്റ്റാമെന്റ് കൊട്ടേഷൻസ് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം. വേണ്ടേ പോകും? ഏത് പുസ്തകം? അതെ, ഡ്യൂട്രോമി 29. അത് വായിക്കുമ്പോൾ നമുക്ക് മറ്റേ കാര്യങ്ങൾ കുറേയോടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡ്യൂട്രോമി 29 അതിൻ്റെ 20 അതിൻ്റെ ബാബു അതിൻ്റെ 19 വായിച്ചു. അത് അർത്ഥം മനസ്സിലായി. അതിൽ 16 മണി പെട്ടെന്ന് വായിച്ചു, എന്നാലും അതിന്റെ ഫുള്ള് കിട്ടും. ഈജിപ്ത് ദേശത്ത് നാം എങ്ങനെ ജീവിച്ചിരുന്നു എന്നും നിങ്ങൾ കടന്നു പോകുന്ന അന്യ ജനതകളുടെ മധ്യത്തിലൂടെ എങ്ങനെ കടന്നു പോകുന്നു എന്നും നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ മ്ലേച്ഛ വസ്തുക്കൾ കല്ലും മരവും കൊണ്ടും സ്വർണവും വെള്ളിയും കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് വിജാതീയരുടെ ദേവന്മാരെ സേവിക്കാൻ മനസ്സുവെച്ച് നമ്മുടെ ദൈവമായ കർത്താവിനെ വിട്ടുപോകുന്നവരായി നിങ്ങളുടെ ഇടയിൽ പുരുഷന്മാരോ സ്ത്രീകളോ കുടുംബമോ ഗോത്രമോ ഉണ്ടാകാതെ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിഷപൂർണവും തിക്തവുമായ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷത്തിന്റെയും വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു സിന്നെന്ന് എടുത്താൽ മതി. ഇവിടെ പറഞ്ഞേക്കുന്ന സിൻ വിഗ്രഹാരാധനയാണ്, അല്ലെങ്കിൽ ജാതീയ ദൈവങ്ങളിലോട്ട് മനസ്സ് കൊടുക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എടുത്തു. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുവാണ് വിഷപൂർണവും തിക്തവുമായ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷത്തിന്റെയും വേര്, നമ്മൾ അവിടെ അത് കയ്പുവേരെന്ന് കണ്ടു, ഒരു വൃക്ഷത്തിന്റെയും വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ, ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ ലെസൺ നമ്മൾ തള്ളിക്കളയരുത്. അതായത് ആദ്യം അവിടെ നമ്മൾ കണ്ടു ഒരു കയ്പുവേരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹീബ്രൂസിൽ ഇവിടെ പറഞ്ഞേക്കുവാണ് ഉണ്ടാകാതെ സൂക്ഷിക്കുക, അങ്ങനെ ഉണ്ടായിരിക്കരുത്, അങ്ങനെ ഉണ്ടായാൽ. അപ്പൊ ഉണ്ടായാലുള്ള കൺസീക്വൻസ് നമ്മൾ ഹീബ്രൂസിൽ നമുക്ക് കിട്ടില്ല, ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു കയ്പുവേരും ഉണ്ടാകരുത്, ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ അല്പം വ്യഭിചാരം കിടക്കുന്നുണ്ട്, അല്പം ദ്രവ്യാഗ്രഹം കിടക്കുന്നുണ്ട്, അല്പം പക കിടക്കുന്നുണ്ട്, അല്പം പിണക്കം കിടക്കുന്നുണ്ട്, അല്പം ഫുഡിനോടുള്ള ഓവർ ആസക്തി കിടക്കുന്നുണ്ട്. യേശാവിനുണ്ടായിരുന്ന കേസുകൾ അല്ലെങ്കിൽ പരിശുദ്ധിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ വായിച്ചതല്ല. ഇത് ചെറിയൊരു കയ്പുവേര് കിടക്കുന്നുണ്ട്, അത് മുളയിലെ നുള്ളിക്കളയുക. ഇല്ല എങ്കിൽ അങ്ങനെ ഉണ്ടായാൽ അയാൾ ശബദപൂർവ്വം സ്ഥിരീകരിച്ച ഈ ഉടമ്പടിയിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ, അപ്പോ ഈ നമ്മളൊരു കയ്പുവേരുണ്ട്, അത് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്യാൻ ഉത്സാഹിക്കാത്തതിന്റെ കാരണം എന്താ? എന്തായാലും സന്തോഷമില്ല, അതുകൊണ്ടല്ല. എന്താ അല്ല, മീൻസ് യുവർ സെൻസിറ്റിവിറ്റി ടു സിൻ ഈസ് വെരി പുവർ. പാപം വിട്ട് ഓടാനുള്ള, നമ്മൾ വായിക്കുന്ന പാപത്തെ ചെറുത്ത് നിൽക്കുന്നതിന് നിങ്ങൾ ഇതുവരെ രക്തം ചെയ്ത് ആ ആറ്റിറ്റ്യൂഡൊന്നുമില്ല. ചെറിയൊരു പാപം എൻ്റെ ഉള്ളിൽ, അത് സാരമില്ല. ആ ഒരു പ്രശ്നം ഉണ്ട്, പക്ഷെ അതല്ലേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. അല്ല, എനിക്കറിയാം ഞാനിത്തിരി അഹങ്കാരിയാണെന്നറിയാം, പക്ഷെ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അല്ലെങ്കിൽ എനിക്ക് ദ്രവ്യാഗ്രഹം ഉണ്ട്, എല്ലാവരെയൊക്കെ കൂടുതലായിട്ടുണ്ടെന്ന് അറിയാം, അതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് ശാപ്പാടിന്റെ അടിമയാണെന്നറിയാം, അതും ഇത്തിരി കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് ലോകസ്നേഹം ഉണ്ടെന്നുള്ളത് അതും അറിയാം, അത് സാരമില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാ വിശ്വാസികളും അങ്ങനെയൊക്കെ തന്നെയാണ്. വിശ്വാസികളുടെ എല്ലാം മറ്റു വിശ്വാസികളുമായിട്ട് തട്ടിച്ച് നോക്കാൻ നമ്മൾ ഇത്തിരി ബെറ്ററുമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഈ ശബദപൂർവ്വം സ്ഥിരീകരിച്ച ഈ ഉടമ്പടിയിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻവേർട്ടഡ്, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദുശാഠ്യത്തിന് അനുസൃതമായി ജീവിച്ചാലും സുരക്ഷിതനായിരിക്കും എന്ന് ചിന്തിച്ച് ഹൃദയത്തിൽ ആശ്വസിക്കും. ഇങ്ങനെ ചെറിയൊരു കയ്പുകാരുണ്ട്, അതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നുമില്ല, ആണോ? ചെറിയൊരു പാവം, അതത്ര ഇത്തിരിയൊക്കെ നുണ പറയാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു സുവിശേഷൻ എന്നോട് പറഞ്ഞു, ഇത്തിരിയൊക്കെ നുണ പറയാതെ, അല്ലെങ്കിൽ ഇത്തിരി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ ചുമ്മാ പറയാ. അതായത് നാവിന് ഒരു ലൈസൻസും ഇല്ലാത്ത സംസാരം, അല്ലെങ്കിൽ നാവിന് ദൈവം പർപ്പസ്ഫുള്ളി അതിനകത്ത് എല്ല് വയ്ക്കാത്ത, നാവിനകത്ത് എല്ലുണ്ട്, ഇതെങ്ങനെയാ അത് ഉപയോഗിക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ദൈവം എല്ല് വയ്ക്കാത്ത. ബാക്കി എല്ലായിടത്തും ഹാർട്ടിന് ചുറ്റും നിറയെ എല്ലുണ്ട്, എല്ലാം തലയ്ക്കകത്ത് എല്ലുണ്ട്, എല്ലാം ഉണ്ട്. നാവിന് മാത്രം കാര്യം എല്ലുള്ള ചേമ്പറിലാണ് വെച്ചേക്കുന്നെങ്കിൽ ഇതിനകത്ത് എല്ലില്ല. കാരണം ഈ ഹൃദയത്തെ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. കാരണം ഹൃദയത്തെ സൂക്ഷിക്കാൻ നാവ് ശരിയാകത്തില്ല, എത്ര ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഹൃദയത്തിൽ അല്ലെ ദൈവത്തോട് എത്ര സിൻസിയറിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നാവിനെ ഇങ്ങനെ വളരെ ഉണങ്ങി പോകാതെ സലൈവയൊക്കെ കൊടുത്ത് ഇങ്ങനെ തേച്ച് മിനുക്കി വെച്ചേക്കുക. എന്ത് വേണേലും പറയാം, എപ്പോൾ വേണേലും പറയാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കയ്പുവേര് മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് എഴുതിയേക്കുന്നത് മനസ്സിലായോ എന്ന് അറിയാനാ.
കയ്പുവേര് നുള്ളിക്കളഞ്ഞില്ല എന്ത് പറ്റും? ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എന്ത് പറ്റുമെന്നാണ് എഴുതിയിരിക്കുന്നത്? എന്താ പറ്റും? അതായത് ചെറിയൊരു ഇത് കണ്ടു, അത് അപ്പോഴേ നുള്ളിക്കളഞ്ഞ് പ്രോബ്സിൽ എഴുതിയേക്കുക. ബുദ്ധിമാൻ അപകടം കണ്ട് പൊളിക്കുന്ന ചെറിയൊരു കയ്പുവരുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്, ആ ആളോട് ഇത്തിരി സ്നേഹക്കുറവുണ്ട്, അല്ലെ ആൾക്ക് ഒരു തിന്മ പറ്റിയെന്ന് കേൾക്കുമ്പോൾ ദുഃഖമില്ല, അവൻ എന്നോട് ഇത് ചെയ്ത് അവൻ അത് തന്നെ സംഭവിക്കണം. അപ്പൊ ഈ കയ്പുവര് കിടക്കുന്നുണ്ട്. അതാണ്, അതായത് ഇത് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ ഹൃദയത്തിൽ പറയുന്ന ഇതാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദുശാഠ്യത്തിന് അനുസൃതമായി ജീവിച്ചാലും, അല്ലെങ്കിൽ ഈ കയ്പുവര് നുള്ളിക്കളഞ്ഞില്ലെങ്കിലും സുരക്ഷിതനായിരിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞേക്കുവാണ്, സുരക്ഷിതനായിരിക്കും എന്ന് ചിന്തിച്ച് ഹൃദയത്തിൽ ആശ്വസിക്കും. അത് ഈർപ്പമുള്ളതും വരണ്ടതും ഒരുപോലെ നശിക്കുന്നതിന് കാരണമായി തീരും. ഈർപ്പമുള്ളതും വരണ്ടതും ഒരുപോലെ എന്ന് പറഞ്ഞാൽ പറയും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, ഇത് എല്ലാം കൂടെ പോകും. കാരണം ഈ കയ്പ് വേരുള്ള ആളെ സംബന്ധിച്ച്, കയ്പ് വേരുള്ള ആളെന്ന് പറഞ്ഞാൽ അങ്ങനെ 98% നല്ല കാര്യങ്ങളായിരിക്കും. ചെറിയൊരു ഇതായി കയ്പ് വേരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംബന്ധിച്ച് 99%ഉം അങ്ങനെ ഓൾറൈറ്റാണ്. പക്ഷെ ഈ 1% അല്ലെ കയ്പ് വേര് കളഞ്ഞില്ല, ഇതൊന്നൊരു സാരമില്ല, നോക്കാം അത്ര ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ബാക്കി എല്ലാം ഓൾറൈറ്റ് ആണ്. ആ ധനവാൻ പറഞ്ഞ പോലെ എല്ലാ കൽപ്പനയും ഞാൻ അനുസരിക്കുന്നുണ്ട്, പക്ഷെ കർത്താവ് പറഞ്ഞു ഇനി വലിയൊരു ക്യാൻസർ അകത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഞാൻ സുരക്ഷിതനായിരിക്കും. ഇത് എങ്ങനെയാ, ഇത് എന്തിനു തുല്യാന്ന് പറഞ്ഞേക്കുന്നത്? ഈർപ്പമുള്ളതും വരണ്ടതും ഒരുപോലെ നശിക്കുന്നതിന് കാരണമായി. ഇതെല്ലാം നന്മയും കാരണം ഈ കയ്പ് വേര് ഇത്തിക്കണ്ണി വളരുന്ന പോലെ വളർന്ന് എന്തെങ്കിലും നന്മയുണ്ടോ അതിനെ എല്ലാത്തിനെയും വേരോടെ പറിച്ചു കളയാൻ ഇടയായി തീരും, എല്ലാം നശിക്കുന്നതിന് കാരണമായി തീരും. കർത്താവ് അയാളോട് കണ്ടോ, കർത്താവ് പറഞ്ഞു, ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ഈ കൽപ്പനകളിൽ ഏറ്റവും ചെറിയത് അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഇത് ചെറുതായതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല. കാരണം കർത്താവിന് ഡിഫറൻറ്റ് സ്കെയിൽസ് ഇല്ല, എല്ലാം ഒരു രീതിയിലാണ് കർത്താവ് കാണും. ചെറിയ നുണയും വലിയ നുണ, 2 നുണയുണ്ട് ബൈബിളിൽ. വലിയ നുണ പ്രവർത്തിക്കുന്നവരെല്ലാം തീയും ഗന്ധവരിയിൽ നിന്ന് തീപ്പൊയ്യിൽ എറിയപ്പെടുന്നതാണോ? സകല നുണയന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ് കർത്താവ് അയാളോട് ക്ഷമിക്കയില്ല. വായിച്ചു. കൂടാതെ അവന്റെ ഉഗ്രകോപവും അസഹിഷ്ണുതയും അയാളുടെ നേരെ കത്തിക്കാളും. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള എല്ലാ ശാപങ്ങളും അയാളുടെ മേൽ പതിക്കും. അയാളുടെ നാമം ആകാശത്തിന് കീഴിൽ നിന്ന് കർത്താവ് തുടച്ചു നീക്കും. മതി. കയ്പ് പേര് അപ്പോഴേ എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ എൻഡാണ് ഇപ്പൊ വായിച്ചത് 20ാം സെന്റൻസ്. അയാളുടെ നാമം ആകാശത്തിന് കീഴിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അർത്ഥം. കാരണം ഭൂമിയിൽ കാണത്തില്ല, കാരണം മനുഷ്യൻ ഏറ്റാണല്ലോ, വേറെ എവിടെയെങ്കിലും കാണും. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത്, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ഹീബ്രൂസിലെ ആ വേർഡ് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നിടത്ത് അപ്പൊ കയ്പ് പേര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നിയാൽ, അതുകൊണ്ടാണ് മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന ആൾക്കും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. നോ, ഇംപോസിബിൾ. മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലും ചെറിയൊരു കയ്പ് പേര് ഉണ്ടെങ്കിൽ അപ്പൊ പറയും ഇത്തിരി ഒരു കാര്യം കൂടെ ക്രമീകരിക്കാനുണ്ടല്ലോ, ഇത്തിരി ഒരു കാര്യം കൂടെ സെറ്ററേറ്റ് ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തിരി ഒരു കാര്യം കൂടെ എന്താ പറയുന്നത് ഫിനാൻഷ്യൽ കാര്യങ്ങൾ എനിക്ക് സെറ്ററേറ്റ് ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തിരി മോഷ്ടിച്ചത് തിരികെ കൊടുക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ചത് ഇത്തിരിയോടെ റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ, ചെറിയൊരു വേവ് ലെങ്ത് ഉണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു ദിവസം കൊണ്ടല്ല, ഇറ്റ് മേ ടേക്ക് 10 years, ഇറ്റ് മേ ടേക്ക് 25 years, ബട്ട് യു ഹാവ് ടു ടേക്ക് മിസൈൽ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ ടേക്ക് ഓഫ് ചെയ്യേണ്ടി വരും. കാരണം ദൈവം ഓരോരുത്തരുടെ ഇന്റലക്ച്വൽ എബിലിറ്റി, സാഹചര്യങ്ങൾ, ബുദ്ധി, ബൈബിളിനെ കുറിച്ചുള്ള അറിവൊക്കെ അനുസരിച്ച് പലർക്കും പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ദൈവത്തിൽ നിന്ന് കിട്ടുള്ളൂ. എങ്ങനെ കിട്ടും എന്നുള്ളത് മിസ്റ്ററി ബിലോങ്സ് ടു ഗോഡ്. അറ്റ് ദി സെയിം ടൈം ഞാൻ ഇതൊന്നും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി ദൈവം അവരോട് ക്ഷമിക്കില്ല. കാരണം ദൈവത്തിന് പാപത്തെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഡെമോൺസ്ട്രേഷൻ ഗാവുൽത്താമല. പാപത്തെ മാത്രം ദൈവം ടോളറേറ്റ് ചെയ്യില്ല, ബാക്കി എല്ലാം ടോളറേറ്റ് ചെയ്യും. പാപത്തെ ദൈവം ടോളറേറ്റ് ചെയ്യില്ല, അതിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സൊല്യൂഷൻ കണ്ടെത്തും, അല്ലാതെ അത് വെച്ച് ഉറപ്പിക്കില്ല ദൈവം. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പാപത്തെ ദൈവം പാപവും ദൈവവും കൂടെ കോഎക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. തെറ്റുപറ്റാം, ബട്ട് യു ഹാവ് ടു എന്താ പറയുന്നത് മാനസാന്തരപ്പെട്ട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമായിട്ട് സെറ്ററേറ്റ് ചെയ്യാതെ ക്രിസ്ത്യൻ ലൈഫ് ഒരടി പോലും മുമ്പോട്ട് പോകില്ല. നമ്മുടെ ഹൃദയത്തിലെ ദുശാഠ്യത്തിനനുസൃതമായിട്ട് ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ അത് ഈർപ്പമുള്ളതും വരണ്ടതും നശിപ്പിച്ചു കളയും. അത് കർത്താവ് ക്ഷമിക്കില്ല. കർത്താവിന്റെ ഉഗ്ര കോപവും അസഹിഷ്ണുതയും അയാളുടെ നേരെ കത്തിക്കാളും. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള എല്ലാ ശാപങ്ങളും അയാളുടെ മേൽ പതിക്കും. അയാളുടെ നാമം ആകാശത്തിന് കീഴിൽ നിന്ന് കർത്താവ് തുടച്ചു. പക്ഷെ അത് നാച്ചുറലി ഒരു ഡൗട്ട് വരാം. അപ്പൊ കർത്താവിൽ വന്നവരുടെ മേൽ പിന്നെ കർത്താവിന്റെ ശാപം വർക്ക് ചെയ്യൂ?
ഉം? ഇവിടെ എഴുതിയേക്കുന്നേ ഷാജാൻ വാട്ട് ഈസ് യുവർ ആൻസർ? കാരണം ഷാജൻ ഓൾഡ് ടെസ്റ്റമെന്റ് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളായതുകൊണ്ട്. അപ്പൊ ക്രിസ്തുയേശുവിലൂടെ എല്ലാ ശാപവും പോയില്ലേ? അപ്പൊ ഇത് നമുക്ക് ബാധകമാണോ? കാരണം ഈ കയ്പ് പേര് ടോളറേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താ? അല്ല, ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ലവ് ടുവേർഡ്സ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുന്നവന് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല. അതാ യോഹന്നാൻ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡു സിൻ. പാപത്തിൽ തുടരാൻ പറ്റില്ല കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ കയ്പുവേദന ഉണ്ടെന്ന് കണ്ടിട്ട് അത് സാരമില്ല, ഇങ്ങനെയൊക്കെ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവൻ കർത്താവിനെ സ്നേഹിക്കാത്തവനാ. 1 Corinthians 16:22 കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാ. ഈ ശാപം ക്രിസ്തുയേശുവിൽ നീങ്ങിപ്പോയി, എല്ലാം ശാപം മുറിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ഡിസീവേഴ്സാ. ശാപം മാറിപ്പോണെങ്കിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ അനുസരിച്ചാൽ മാത്രമേ ശാപം പോകത്തുള്ളൂ. കർത്താവ് യേശുവിനെ സ്നേഹിക്കാത്തവന്റെ മേലെ എല്ലാം ഉണ്ട് അവന്റെ പുറത്ത്. അപ്പൊ ഈ കർത്താവിന്റെ മാർഗത്തെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോകും. അപ്പൊ കയ്പ് വരെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ടോളറേറ്റ് ചെയ്താൽ നാളത്തേക്ക് മാറ്റി വെച്ചാൽ ദൈവകൃപയില്ല. അതിന് മുമ്പ് എഴുതിയേക്കുന്നതാണ് ദൈവകൃപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അത് ടോളറേറ്റ് ചെയ്താൽ വിശുദ്ധിയില്ല, വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. അതിനുശേഷം എഴുതിയേക്കുന്നത് ഭക്ഷണത്തിനും സെക്ഷൽ ഇമ്മൊറാലിറ്റിക്കും പോയ ഏശാവ്, എന്നിട്ട് പറഞ്ഞേക്കുന്നത് അത് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അനുഭവിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നീട് കണ്ണീരോടെ ആഗ്രഹിച്ചാലും പലപ്പോഴും കിട്ടില്ല. ആൾക്കാർ എത്ര ലാഘവബുദ്ധിയോടെ അത് കുറേയോടെ കഴിയട്ടെ, കുറച്ച് 2 വർഷത്തോടെ കഴിയട്ടെ. ഇവിടുത്തെ പിള്ളേർ പറയില്ല +2 കഴിയട്ടെ, +2 കഴിയാൻ ആയുസ് കൊടുക്കുന്ന ദൈവം ഗ്യാരണ്ടി വല്ല എഴുതി തന്നിട്ടുണ്ട്. നാളെ ജീവനോടെ ഇരിക്കുന്ന വലിയ ഗ്യാരണ്ടി ഉണ്ട്. കർത്താവിനെ സ്നേഹിക്കാത്തതിന്റെ ക്ലിയർ ആയിട്ടുള്ള പ്രൂഫുകളാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെ ശാപം വഹിച്ചുകൊണ്ട് നടക്കും. ബുദ്ധിയില്ല എന്നിട്ട് ഇത് റോക്കറ്റ് വിടുന്ന ബുദ്ധിയല്ല, ഈ ദൈവിക വിജ്ഞാനം ഇല്ല. എന്നിട്ട് ദൈവിക വിജ്ഞാനം മനുഷ്യനുണ്ടാക്കാൻ പറ്റത്തില്ല, ദൈവം തന്നാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവം അത് തരുന്നത് ബേസിക് ഓൺലി 1 ആട്രിബ്യൂട്ട് കർത്താവിനോടുള്ള സ്നേഹം, വേറെ ഒന്നുമില്ല. കാരണം 1ാം കൽപ്പന അത് 1ാം കൽപ്പനയേ ഉള്ളൂ. 2ാം കൽപ്പന അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. 1ാം കൽപ്പന അനുസരിക്കുന്നവന് 2ാം കൽപ്പന പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവന് 2ാം കൽപ്പന അനുസരിച്ചിട്ടുണ്ടാവും, എല്ലാ സൃഷ്ടികളെയും സ്നേഹിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കയ്പ്. ചെറിയ ഒരു ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഹൃദയത്തിൽ കർത്താവിന് നിരക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ടാകാം തീർച്ചയായിട്ടും. അറ്റ് ദി സെയിം ടൈം യു ഡിക്ലെയർ എ വാർ അഗൻസ്റ്റ് ഇറ്റ്. അതിനെ കീഴടക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള 99% നന്മയും പോകും, ഈർപ്പമുള്ളതും വരണ്ടതും ഒരുപോലെ നശിച്ചു പോകും. കർത്താവ് കോപിക്കും, കർത്താവിന്റെ കോപം വരും. ആകാശത്തിന്റെ കീഴിൽ നിന്ന് കൊറിന്ത സഭയിലുള്ളവര് ആകാശത്തിന്റെ കീഴിൽ നിന്ന് അവർ മാറ്റിക്കളഞ്ഞു. കാരണം അവർക്ക് സമയം കൊടുത്തിട്ട് അവർ അനുദപിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല. കാരണം കർത്താവിന്റെ ശരീരത്തിന് അവർ മുള്ളായി തീർന്നു. അതുകൊണ്ട് അവർ മാറ്റിക്കളഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് അറിയില്ല. അവരെ ബാലശിക്ഷ കൊടുത്തെന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് ആ കൊറിന്ത സഭയിൽ മരിച്ചവരെയൊക്കെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കാണാം. ബാലശിക്ഷ എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ജ്ഞാനന്യാസും സഫീറെ അവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് അല്പസമയം കർത്താവിന് സ്തുതി സ്തോത്രം നടത്തിക്കാൻ സമയം എടുക്കും. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം